വിഷയം ഇവിടെ അവതരിപ്പിച്ച വിവേകാനന്ദൻ സാറിന് നന്ദി. ശ്രോതാക്കളോട് കൈയടിച്ചോ മറ്റു വിധത്തിലോ ഉള്ള പ്രോത്സാഹനം ഒഴിവാക്കാം. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണല്ലോ പ്രധാനം. അടുത്തതായി വിഷയം അവതരിപ്പിക്കാൻ എം അക്ബറിനെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ ആശയ സംവാദത്തിൽ പ്രഗത്ഭവും സരസവും പണ്ഡിതോചിതവും എല്ലാമായ വെളിയം വിവേകാനന്ദൻ സാറുടെ പ്രഭാഷണം നമ്മളെല്ലാവരും സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഗുരുദേവ ദർശനത്തിലും അദ്വൈത വേദാന്തത്തിലും അധിഷ്ഠിതമായ രീതിയിൽ ഭാരതീയ ദർശനത്തെ, സനാതന ധർമ്മത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചില വീക്ഷണങ്ങളോട് സ്വാഭാവികമായ വിയോജിപ്പുണ്ട്. എങ്കിലും ഈ സെഷൻ ആ വിയോജിപ്പ് സൂചിപ്പിക്കുവാനുള്ളതല്ലാത്തതുകൊണ്ട് മറ്റൊരവസരത്തിലേക്ക് ആ കാര്യങ്ങൾ നീട്ടിവെച്ചുകൊണ്ട് ഇവിടെ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ ആശയ സംവാദത്തിൽ സനാതന ധർമ്മവും ഇസ്ലാമും എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി നടക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുവാനാണ് ഈ അവസരം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംക്ഷിപ്തമായി എന്താണ് ഇസ്ലാം എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഈ സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം എന്ന അറബി പദത്തിനർത്ഥം സമർപ്പണം എന്നും സമാധാനം എന്നുമാണ്. സമർപ്പണം എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവായ തമ്പുരാന് പൂർണ്ണമായി ജീവിതത്തെ സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മുസ്ലിങ്ങളുടെ മതമായിക്കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗക്കാരുടെ, ദേശക്കാരുടെ, പ്രദേശത്തുകാരുടെ ആദർശമായിക്കൊണ്ടോ അല്ല. മറിച്ച് പ്രഥമമായി പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് അത് ഈ പ്രപഞ്ചത്തിൻ്റെ ആദർശമാണ് എന്ന്. അഫഗൈറ ദീനില്ലാഹി യബ്ഊന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅം വകർഹം വഇലൈഹി യുർജഊൻ. ഖുർആനിലെ 3-ാമത്തെ അധ്യായം
സൂറത്ത് ആൽ ഇംറാനിലെ 83-ാമത്തെ വചനമാണ്. മനുഷ്യരോടായി സൃഷ്ടികർത്താവായ തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവിക മതമല്ലാത്ത മറ്റു വല്ലതിനെയുമാണോ ആഗ്രഹിക്കുന്നത്? എങ്കിൽ നിങ്ങൾ അറിയുക, ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും മുസ്ലിങ്ങളായിരിക്കുന്നു, സമർപ്പിതമായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളും ആ പ്രതിഭാസങ്ങളുടെ സ്രഷ്ടാവിൻ്റെ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ നിയമങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി നാം പരിശ്രമിക്കുകയാണ്. അപ്പോഴാണ് ശാസ്ത്രം ഉണ്ടാകുന്നത്. ശാസ്ത്രം ഒരു നിയമവും ഉണ്ടാക്കിയിട്ടില്ല, മറിച്ച് പ്രപഞ്ചത്തിൽ നിലീമമായിരിക്കുന്ന നിയമങ്ങൾ കണ്ടെത്തുകയാണ് സയൻസിൻ്റെ ജോലി. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങളെല്ലാം സൃഷ്ടികർത്താവായ തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ്റെ കൃത്യമായ നിർബന്ധിതമായ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ശാന്തിയും സമാധാനവും ഉള്ളത്. ഇസ്ലാം എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം സമാധാനമെന്നാണ്. സൃഷ്ടാവായ തമ്പുരാൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവികലമായ അപ്രമാദിതമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ആ പ്രാപഞ്ചിക വ്യവസ്ഥകളിൽ ഒന്നും തന്നെ യാതൊരു വിധത്തിലുമുള്ള കുഴപ്പമില്ലാതെ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ പിന്നീട് പരിചയപ്പെടുത്തുന്നത് മനുഷ്യ പ്രകൃതിയുടെ ആദർശമായിക്കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, പ്രപഞ്ചത്തിൻ്റെ ദർശനമായി. ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിൻ്റെ ദർശനമായി പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങളെല്ലാം മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവരെന്നാണ് അർത്ഥം. മുസ്ലിങ്ങളാണ്. കാരണം അവയെല്ലാം കൃത്യമായ ദൈവികമായ വിധിവിലക്കുകൾക്ക് വിധേയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവയിൽ നിന്ന് തെന്നിമാറാൻ അവക്കൊന്നും കഴിയില്ല. ഇതേപോലെ തന്നെ മനുഷ്യ പ്രകൃതി, ആ പ്രകൃതിയെ ദൈവികമായ പ്രകൃതി എന്നും ദൈവികമായ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് എന്നുമാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഫഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി ലത്തി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക ദീനുൽ ഖയ്യിം എന്നാണ് പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 30-ാമത്തെ വചനത്തിൽ പറയുന്നത്. അഥവാ സൃഷ്ടാവായ തമ്പുരാൻ അവൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മനുഷ്യ പ്രകൃതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനിലെ ആന്തരികവും ബാഹ്യവുമായ വ്യവസ്ഥകളെല്ലാം കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, മനുഷ്യൻ്റെ ഹൃദയം ഇടിക്കുന്നത്, മസ്തിഷ്കം സ്പന്ദിക്കുന്നത്, രക്തചംക്രമണം എന്ന് വേണ്ട ഐച്ഛികമായ പ്രവർത്തനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളും വ്യക്തവും കൃത്യവുമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ നിയാമകൻ സൃഷ്ടാവായ തമ്പുരാനാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെ മനുഷ്യ പ്രകൃതിയുടെ ആദർശം, അതേപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ആദർശം, ഇതിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അത് ജൈവികമാകട്ടെ അജൈവികമാകട്ടെ കൃത്യമായ ദൈവികമായ വിധിവിലക്കുകൾ പ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ മനുഷ്യന് മാത്രം നൽകപ്പെട്ട ഒരു സവിശേഷതയുണ്ട്. അവിടേക്കാണ് നമ്മുടെ ചർച്ചയുടെ മർമ്മ ഭാഗം കടന്നു വരുന്നത്. മനുഷ്യന് മാത്രം നൽകപ്പെട്ട സവിശേഷത എന്താണ്? അവന് ഈ പ്രകൃതിയെ ഉപയോഗിക്കുവാനും നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകുവാനും തിന്മ ചെയ്തുകൊണ്ട് അധമനായി തീരുവാനും കഴിയും എന്നുള്ളതാണ്. മനുഷ്യന് ഈ പ്രകൃതിയെ സൃഷ്ടിപരമായി ഉപയോഗിക്കുവാനും നാശത്തിലേക്ക് നയിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് മനുഷ്യന്റെ സവിശേഷത. പരിശുദ്ധ ഖുർആനിൽ തന്നെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ വചനത്തിൽ ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പടച്ച തമ്പുരാൻ പറയുന്നത് ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന്. ഇതാ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ പറഞ്ഞയക്കുവാൻ വേണ്ടി പോവുകയാണ്. സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിന് അവകാശം നൽകപ്പെട്ട ജീവി. ഇതാണ് ഖലീഫ എന്ന പദത്തിന്റെ സംക്ഷിപ്തമായ അർത്ഥം. സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വം. ബാക്കി എല്ലാ ജീവികളും പ്രകൃതിയുടെ കേവല ഭാഗങ്ങൾ മാത്രമാണ്.
മനുഷ്യൻ പ്രകൃതിയെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നവനാണ്. പ്രകൃതിയുടെ കേവല ഭാഗങ്ങൾ മാത്രമായ ബാക്കി ജൈവ ലോകത്തെ ഒന്നും തന്നെ അവയുടെ ജൈവ പ്രക്രിയകൾ വഴി ഈ പ്രകൃതിക്കോ ഭൂമിക്കോ സംവിധാനത്തിനോ ഒന്നും തന്നെ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് തന്നെ മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മാമൂത്തുകളെ പോലെയുള്ള, അതേപോലെ തന്നെ ദിനോസറുകളെ പോലെയുള്ള ജീവികൾ, അവ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഇവിടെ കഴിഞ്ഞുപോയി, വിസർജിച്ച് കഴിഞ്ഞുപോയി. പക്ഷേ അവക്കൊന്നിനും ഈ ഭൂമിയുടെ ഓസോൺ പാളിക്കൊരു തുളയുണ്ടാക്കാൻ, ഭൂമിയുടെ ഹരിതഗേഹ പ്രഭാവത്തിന്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് എന്തെങ്കിലും തകരാറുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യനോ, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് അത് കഴിയുന്നു. പ്രകൃതിയെ ഉപഭോഗിക്കുവാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവൻ ഉന്നതനാകുവാനും അധമനാകുവാനും കഴിയും. ഖുർആൻ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചു. ഖുർആനിലെ 95-ാമത്തെ അധ്യായം സൂറത്തു തീനിലെ 4-5 വചനങ്ങളിലൂടെ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യനെ ഏറ്റവും ഉന്നതമായ രീതിയിലാണ് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അവൻ അധമരായി പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുവാനുമുള്ള സാധ്യത മനുഷ്യനുണ്ട്. മനുഷ്യന് മാത്രമേ അങ്ങനെയുള്ളൂ. ബാക്കി ജൈവലോകത്ത് അത് എത്ര തന്നെ പുരോഗമിച്ചവരാകട്ടെ, നല്ല ജീവിയും ചീത്ത ജീവിയുമില്ല. അതുകൊണ്ട് തന്നെ പ്രഭാഷണങ്ങളോ വിദ്യാലയങ്ങളോ നിയമകൂടങ്ങളോ ഭരണകൂടങ്ങളോ കോടതികളോ ഒന്നും തന്നെ അവക്കൊന്നും ആവശ്യമായി വരുന്നില്ല. മനുഷ്യന് നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനും കഴിയും. ഇത് സത്യം. ഇവിടെയാണ് അടിസ്ഥാനപരമായൊരു ചോദ്യം ഉദിക്കുന്നത്: എന്താണ് നന്മ, എന്താണ് തിന്മ? നന്മ തിന്മകളെ വ്യവച്ഛേദിക്കുവാൻ സ്വന്തമായി വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം കഴിയുമോ? സാമൂഹികമായ താല്പര്യങ്ങൾക്ക് കഴിയുമോ? ദേശീയമായ താല്പര്യങ്ങൾക്ക് കഴിയുമോ? അതല്ല, ആരാണ് നന്മ, എന്താണ് മനുഷ്യന്, ഏതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഏറ്റവും വലിയ തിന്മ എന്താണ് എന്ന് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാണ്? തുടങ്ങി അടിസ്ഥാനപരമായ ചോദ്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും നന്മ തിന്മകൾ വ്യവച്ഛേദിക്കുവാനുള്ള അധികാരം നമ്മൾ നൽകിയെന്ന് വിചാരിക്കുക, ഇവിടെ തിന്മയുണ്ടാവുകയില്ല. എല്ലാവരും സകല തെറ്റുകളെയും ന്യായീകരിക്കുന്നവരാണ്. ഏത് തെറ്റ് ചെയ്യുന്നവന് അവനെ ന്യായീകരിക്കാൻ സുന്ദരമായി അറിയാം. അടിമതിക്കാരൻ, പലിശക്കാരൻ, വ്യഭിചാരി, വേശ്യകൾ എന്ന് വിളിക്കാൻ വരെ പാടില്ലാതാണ് സെക്സ് വർക്കേഴ്സ്, നമ്മൾ അങ്ങനെ വിളിക്കുക, ലൈംഗിക തൊഴിലാളികൾ. ഇവരെല്ലാവർക്കും അവരുടേതായ തെറ്റുകളെ ന്യായീകരിക്കുവാൻ, തെറ്റ് എന്ന് നമ്മൾ പറയുന്നത് അവർ ധർമ്മമായും ഒരു വലിയ വിപ്ലവമായും എല്ലാം കരുതുന്ന ആളുകളുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, നന്മ തിന്മകളെ വ്യവച്ഛേദിക്കുവാനുള്ള അവകാശവും അധികാരവും വ്യക്തികൾക്ക് നൽകിയാൽ ഇവിടെ തിന്മയുണ്ടാവുകയില്ല, എല്ലാം നന്മയായിരിക്കും. കാരണം ഏറ്റവും വലിയ കൊള്ളക്കാരന് വരെ അയാളുടേതായ ന്യായീകരണമുണ്ട്. അഴിമതിക്കാരന് അയാളുടേതായ ന്യായീകരണമുണ്ട്. ഏത് അഴിമതിക്കാരനാണ് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാറ്? പിന്നെ ആരെയാണ് ഇത് ഏൽപ്പിക്കേണ്ടത്? വർഗ താല്പര്യത്തെ ഏൽപ്പിക്കാമോ? പലപ്പോഴും പറയാറുള്ളത് ഭൗതിക ദർശനങ്ങളുടെ വക്താക്കൾ അങ്ങനെയാണ്. വർഗ താല്പര്യം എന്നൊരു താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കറിയാം, നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിൽ തന്നെ ഉണ്ടായ കാര്യങ്ങൾ. 1970-കളിലും 60-കളിലുമെല്ലാം ഇവിടെയുള്ള യുവാക്കളുടെ മസ്തിഷ്കത്തെ ജാഗരം കൊള്ളിച്ചുകൊണ്ട് കടന്നു വന്ന നക്സലൈറ്റ് പ്രസ്ഥാനത്ത് നമുക്കറിയാം. നക്സലൈറ്റ് പ്രസ്ഥാനം പറഞ്ഞത് ലോകത്തെ സകല തിന്മകളുടെയും അടിസ്ഥാനപരമായ കാരണം ഇവിടെ കുറച്ച് ബൂർഷ മുതലാളിമാർ ആ സകല സ്വത്തുക്കളും കൈയടച്ചിക്ക് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉന്മൂലന സിദ്ധാന്തം, അവരെ എല്ലാവരെയും കൊന്നുകളയുക, എന്നിട്ട് ആ സ്വത്തെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുക. അതിസുന്ദരമായൊരു ആശയമായിരുന്നു. പക്ഷേ ആശയം ഏതാനും കൊല്ലങ്ങൾ ആ ആശയത്തിന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി പരിശ്രമിച്ച സിദ്ധവൈഭവമുള്ള ബുദ്ധികൾ, ഒരുപാട് യുവാക്കൾ, അവർ ഈ ആശയത്തിന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടിയുള്ള പാതയിൽ മരിച്ചു വീണു. അതേപോലെ തന്നെ ഒരുപാട് പേർ അവരുടെ അക്രമങ്ങൾക്ക് വിധേയമായി. ഏതാനും കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ സൈദ്ധാന്തികന്മാർക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളുടെ പാത തെറ്റായിരുന്നുവെന്ന്. അപ്പോൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ തിരുത്തിയതുണ്ടത് കാര്യം. അതുകൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ മുഴുവനും ഉണ്ടായി എന്നർത്ഥം. ഞാൻ സൂചിപ്പിക്കുന്നത്, നന്മ തിന്മകൾ തിരഞ്ഞെടുക്കുവാൻ വ്യക്തിക്കോ വർഗ താല്പര്യത്തിനോ കഴിയില്ല എന്ന്. ഇതേപോലെ തന്നെയാണ് എല്ലാം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 1960-കളിൽ തന്നെ ലോകത്തിലെ യുവാക്കളെ മുഴുവനും ആവേശം കൊള്ളിച്ചുകൊണ്ട് കടന്നു വന്ന ഹ്യൂമണിസ്റ്റ് പ്രസ്ഥാനം, നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഹ്യൂമണിസ്റ്റ് പ്രസ്ഥാനം, ചരിത്രകാലത്തേക്കൊന്നും പോകേണ്ടതില്ല. ഹ്യൂമണിസ്റ്റ് പ്രസ്ഥാനം എന്താ പറഞ്ഞത്? ഇതാ, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് മാതാവുമായി ഉണ്ടായിരുന്ന പൊക്കിൾ കൊടി ബന്ധത്തിന്റെ ബന്ധനം പോലും പൊട്ടിച്ചുകൊണ്ട്
തികച്ചു സ്വതന്ത്രമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങൾക്ക് ഇവിടെ നിയമം ആവശ്യമില്ല. ഇവിടെ ഞങ്ങളോട് വിധിവിലക്കുകൾ ആരും കൽപ്പിക്കേണ്ടതില്ല. മതമോ ഭരണകൂടമോ മറ്റാരും തന്നെ വിധിവിലക്കുകൾ കൽപ്പിക്കേണ്ടതില്ല. ഞങ്ങളുടെ ധർമ്മം ഞങ്ങൾ സ്വീകരിക്കും, ഞങ്ങളുടെ വിധിവിലക്കുകൾ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവർ. ആ ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനം 1960കളിലും 70കളിലുമുള്ള യൂറോപ്പിലെ ജനങ്ങളുടെ, വിശേഷിച്ച് നമ്മുടെ നാട്ടിലെല്ലാം ഹിപ്പികൾ എന്നാണ് അവരറിയപ്പെട്ടത്. ആ ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എല്ലാ വിധത്തിലുമുള്ള സമൂഹത്തിലെ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കെതിരെ പൊരുതിയവർ എന്ന് പറയാവുന്ന ആളുകൾ, അവർ അന്ന് നിലനിന്നിരുന്ന ഒരു പ്രത്യേക സാമൂഹ്യാവസ്ഥക്ക് അവരുടേതായ ഒരു സുന്ദരമായ പരിഹാരം കണ്ടു. എന്തായിരുന്നു അത്? വ്യവസായിക വിപ്ലവത്തോടനുബന്ധിച്ച് ജോലിക്ക് പോകൽ സ്ത്രീക്കും പുരുഷനും അനിവാര്യമായി വന്നപ്പോൾ സ്വാഭാവികമായും അവരുടെ ജൈവികമായ തൃഷ്ണ ആയ ലൈംഗികതയുടെ പൂർത്തീകരണത്തിന് പ്രായപൂർത്തി എത്തുമ്പോഴേക്ക് അവർക്ക് സാധ്യമല്ല എന്നുള്ളതുകൊണ്ട്, വിവാഹപ്രായം കുറച്ച് കൂടുന്നത് കൊണ്ട്, ഈ ലൈംഗിക പൂർത്തീകരണം അവരുടെ പ്രകൃതിപരമായ താല്പര്യവുമായതുകൊണ്ട് അവർ നിർദ്ദേശിച്ചു, ഇതാ സ്വവർഗരതി വ്യാപകമാകട്ടെ, സഡോമിയും ലെസ്ബിയനിസവും. നിങ്ങൾക്കറിയാമോ, ലണ്ടനിന്റെ തെരുവിലൂടെ ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനക്കാർ അന്ന് ഇംഗ്ലണ്ടിൽ നിലവിലുണ്ടായിരുന്ന സ്വവർഗരതിക്കെതിരെയുള്ള നിയമം നീക്കിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തി. സ്വവർഗരതി സുന്ദരമായ ഒരു ആശയമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അന്നത്തെ യുവാക്കളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം. പക്ഷേ ആ പരിഹാരം എന്താണ് നമുക്ക് സംഭാവന ചെയ്തത്? എയ്ഡ്സിനെ പോലെയുള്ള മാരക രോഗങ്ങൾ. ആ രോഗങ്ങൾ വന്നതിന് ശേഷം ഇന്നലെ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇവിടെയാണ് നന്മ തിന്മകളെ കൃത്യമായി വ്യവച്ഛേദിക്കപ്പെടണമെന്ന് പറയുന്നതിന് കാരണം. നമുക്കറിയാം, അതേപോലെ തന്നെ ഈ നൂറ്റാണ്ടിന്റെ പ്രത്യയശാസ്ത്രം എന്ന് സാർത്ര വിശേഷിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് ദർശനം, അതിസുന്ദരമായ ദർശനം. ഈ കമ്മ്യൂണിസ്റ്റ് ദർശനം സകലമാന തിന്മകളുടെയും അടിസ്ഥാനപരമായ കാരണമായി കണ്ടത് എന്തായിരുന്നു? സ്വകാര്യ സ്വത്താണ്. ആ സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിലൂടെയാണ് എല്ലാ തിന്മകളും ഇല്ലാതെയാക്കേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ടോ ആ സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിന് വേണ്ടി നീണ്ട 70 വർഷക്കാലം 7 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ശക്തമായ വിപ്ലവം, അതുവഴി 2 കോടിയോളം മനുഷ്യർ മരിച്ചു വീണു. 2 കോടിയോളം മനുഷ്യർ. എന്തിനു വേണ്ടി? സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുവാൻ വേണ്ടി അവർ സന്നദ്ധമായതുകൊണ്ട്. ഉക്രൈനിലെ കർഷകർ അവരുടെ ഗോതമ്പ് വയലുകൾ ഗവൺമെന്റിന് കൊടുക്കാത്തത് കൊണ്ട് 2 കോടി ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നുകളയുകയാണ് സ്റ്റാലിന്റെ പട്ടാളക്കാർ ചെയ്തത്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു ദർശനത്തെ വിമർശിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇന്ന് അവർക്ക് മനസ്സിലായി സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനം എന്ന ആശയം ഉട്ടോപ്യയാണ് എന്ന്. അത് തിരുത്താൻ സന്നദ്ധമായി. ഇന്നെല്ലാ അത്തരം രാജ്യങ്ങളും സ്വകാര്യ സ്വത്തിന് വേണ്ടി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക്, മുതലാളിത്ത രാഷ്ട്രങ്ങളിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇന്നവർക്ക് മനസ്സിലായി തങ്ങളുടെ ഇന്നലത്തെ ആശയം തെറ്റായിരുന്നു എന്ന്. ഏറ്റവും വലിയ തിന്മയായി കണ്ട കാര്യം ലോകത്തിന് പുരോഗതിക്ക് അനിവാര്യമാണ് എന്ന് മനസ്സിലായി. പക്ഷേ മനസ്സിലായപ്പോൾ ഇന്നലെ അതിനുവേണ്ടി ചെയ്ത 2 കോടിയോളം മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമോ? സാധ്യമല്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യം അതെന്താണ്? നന്മ തിന്മകളെ, എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ വ്യക്തിക്കോ സമൂഹത്തിനോ രാഷ്ട്രത്തിനോ പ്രത്യയശാസ്ത്രത്തിനോ ഒന്നും തന്നെ സാധ്യമല്ല. പിന്നെ ആർക്കാണ് കഴിയുക? മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ കർമ്മങ്ങൾ തലമുറകൾ നീളുന്ന ഫലം ചെയ്യുന്നവയാണ്. മനുഷ്യകർമ്മങ്ങൾക്ക് 2 തലങ്ങളുണ്ട്. ഒന്ന് ഒരു പ്രകടനാത്മകമായ തലമാണ്, ഒന്ന് പ്രകടനാത്മകമല്ലാത്ത തലമാണ്. ആ പ്രകടനാത്മകമായ തലത്തേക്കാൾ അധികം പ്രകടനാത്മകമല്ലാത്ത തലത്തിനാണ് പ്രാധാന്യമുള്ളത്. ഒരേ കാര്യം തന്നെ നന്മക്കു വേണ്ടിയും തിന്മക്കു വേണ്ടിയും ചെയ്യാൻ കഴിയുന്നവൻ മനുഷ്യൻ മാത്രമാണ്. ഒരേ കാര്യം ചെയ്യുന്നത് ഒന്ന് തന്നെ ആയിരിക്കും, എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യമോ 2 ആയിരിക്കും. ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് തന്നെ എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരേണ്ടത് മനുഷ്യ കർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന, മനുഷ്യന്റെ കർമ്മങ്ങൾ പ്രകൃതിയിലും ചുറ്റുപാടിലും എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരുവനായിരിക്കണം. ആരാണത്? അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ഉത്തരം നൽകുന്നത്. മനുഷ്യർക്ക് മാർഗദർശനം നൽകേണ്ടത് സൃഷ്ടികർത്താവായ തമ്പുരാൻ തന്നെയാകണം. സൃഷ്ടാവായ തമ്പുരാൻ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിൽ അവൻ വർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്, എന്തൊക്കെയാണ് നന്മ എന്ന്, എന്തൊക്കെയാണ് തിന്മ എന്ന് മനുഷ്യനെ പഠിപ്പിക്കേണ്ടത് അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ തന്നെയാകണം. ആ മാർഗദർശനം മാത്രമേ തെറ്റാതെയുള്ളൂ.
പ്രകൃതിയിൽ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്ന മാർഗദർശനമുണ്ട്, തെറ്റാത്ത മാർഗദർശനം, ഒരിക്കലും തെറ്റാത്ത മാർഗദർശനം, സൃഷ്ടാവായ തമ്പുരാന്റെ മാർഗദർശനം. ഖുർആനിൽ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹയിൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ധിക്കാരിയായി ജീവിച്ചിരുന്ന, ഞാൻ തന്നെയാണ് ദൈവമെന്ന് പറഞ്ഞിരുന്ന, സ്വയം ദൈവം ഭാവിച്ചിരുന്ന ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക്, കോട്ടകൊത്തളകളിലേക്ക് കയറി ചെന്ന്, നീയല്ല ദൈവം, സൃഷ്ടികർത്താവായ തമ്പുരാൻ, നിന്നെയും എല്ലാവരെയും പടച്ചു പരിപാലിക്കുന്ന തമ്പുരാൻ, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നീയും എല്ലാവരും ചെയ്യേണ്ടത് എന്ന് പറയാൻ നിയോഗിക്കപ്പെട്ട മോശെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഈ ഫറോവയുടെ കോട്ടകൊത്തളകളിലേക്ക് കയറി ചെന്നുകൊണ്ട് സിംഹാസനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഫറോവ ചോദിച്ച ചോദ്യമുണ്ട്, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ രക്ഷിതാവ്, നീ പറയുന്ന എല്ലാവരും മാർഗനിർദ്ദേശം അനുസരിക്കണമെന്ന് പറയുന്ന ആ രക്ഷിതാവ് ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഫറോവയോട് മോശെ പ്രവാചകൻ നൽകുന്ന മറുപടിയുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന മറുപടിയുണ്ട്. ഖുർആനിൽ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹയിൽ 50-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്നറിയാമോ? എല്ലാ വസ്തുവിനെയും സൃഷ്ടിക്കുകയും അവക്ക് അതിൻ്റെതായ പ്രകൃതം നൽകുകയും അവക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവൻ. എല്ലാ ജീവികൾക്കും അവയുടേതായ മാർഗദർശനമുണ്ട്, തെറ്റാത്ത മാർഗദർശനം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ തേനീച്ചക്കൂട്? ആ തേനീച്ചക്കൂടിലെ അതിസുന്ദരമായ തേനീച്ചയുടെ കൂട്ടിലെ അറകൾ, അതിലെ ജാമിതീയമായ കണിശത, ജോമെട്രിക്കൽ അക്യുറസി ശാസ്ത്രജ്ഞന്മാർ അത്ഭുതപ്പെടുത്തുന്നു. തേനീച്ചക്ക് പ്രൊട്രാക്ടർ ഇല്ല, കോണില്ല, വേറെ എന്തെങ്കിലും കോൺ അളക്കുവാൻ ആവശ്യമായ ഉപകരണങ്ങളൊന്നുമില്ല. പക്ഷേ കൃത്യമാണ് അവ നിർമ്മിക്കുന്ന കൂടുകൾ. നമുക്കറിയാം ആർട്ടിക് ടേണിനെ കുറിച്ച്. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് വന്ന് അവിടെ മുട്ടയിട്ട് അവിടെ നിന്ന് കുഞ്ഞുണ്ടായി മുട്ട വിരിഞ്ഞ് അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്ക് പറക്കുന്ന ആർട്ടിക് ടേൺ. ഓരോ വശത്തും പറക്കുമ്പോൾ 18,000 കിലോമീറ്റർ താണ്ടുന്ന ആർട്ടിക് ടേൺ. ആ ആർട്ടിക് ടേൺ എന്ന ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷി ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് വന്ന് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം തിരിച്ചു പറക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളാണ്, പുതുതായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് മുന്നിൽ പറക്കുന്നത് എന്നും, ആ കുഞ്ഞുങ്ങൾ പക്ഷേ, ആ മുന്നിൽ പറക്കുന്ന കുഞ്ഞുങ്ങൾ പക്ഷേ എവിടെ നിന്നാണോ, ഏത് പ്രദേശത്ത് നിന്നാണോ അമ്മ പുറപ്പെട്ടത് അതേ സ്ഥലത്ത് അതേ മരത്തിൽ തിരിച്ചെത്തുന്നു എന്നുമുള്ള വസ്തുത പക്ഷിശാസ്ത്രജ്ഞന്മാരെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തുന്നത്. ആരാണ് ഇവക്ക് മാർഗദർശനം നൽകുന്നത്? ആരാണ് ഇവക്ക് വഴി കാണിക്കുന്നത്? ആ വഴി കാണിക്കുന്നവനാകണം മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ രംഗത്തേക്കും മനുഷ്യന് വഴി കാണിക്കേണ്ടത്. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ വഴി കാണിക്കാൻ വേണ്ടി മനുഷ്യരുടെ ജീവിതത്തിൽ മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ, ജീവിതത്തിൽ മാർഗദർശനം നൽകാൻ, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല, ജീവിതത്തിന്റെ സകലമാന രംഗങ്ങളിലും മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ, അതിനു വേണ്ടിയാണ് പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായത്, ദൈവദൂതന്മാരുടെ നിയോഗമുണ്ടായത്. എന്തിനു വേണ്ടിയാണ്? ഓരോ ആരാധ്യന്മാരെ സൃഷ്ടിച്ചു കൊടുക്കുവാനല്ല, അതല്ലെങ്കിൽ കുറെ മഹാന്മാരെ കൂടി ആളുകൾക്ക് വേണ്ടി അവതരിപ്പിച്ചു കൊടുക്കുവാനുമല്ല. പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായത് മനുഷ്യർക്ക് മാർഗദർശനം നൽകുവാനാണ്. എന്ത് മാർഗദർശനം? ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് കൃത്യമായി മാർഗദർശനം നൽകാൻ. അവിടെ സ്വാഭാവികമായൊരു സംശയം ഉദിക്കും. എന്താണത്? ആ പ്രവാചകന്മാരുടെ നിയോഗം സെമിറ്റിക് പ്രദേശങ്ങളിലേക്ക് മാത്രമല്ലേ ഉണ്ടായത്? അറബികളിലേക്കല്ലേ ഉണ്ടായതും? അറബ്യൻ ഗോത്രവർഗത്തിന്റെ ഒരു മത ദർശനത്തിന്റെ പേരല്ലേ ഇസ്ലാം? തീർച്ചയായും പരിശുദ്ധ ഖുർആൻ ഈ വാദങ്ങളുടെ മുഴുവനും മുനയൊടിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക ഗോത്രത്തിലേക്ക് മാത്രമായി നിയോഗിക്കപ്പെട്ടവരാണ് ദൈവദൂതന്മാർ എന്ന ചില മതവർഗങ്ങൾക്കുണ്ടായിരുന്ന ധാരണയുടെ മുനയൊടിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ. ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനം. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു ദൈവദൂതന്റെ നിയോഗമുണ്ടാകാതെ, ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗമുണ്ടാകാതെ ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ സമുദായങ്ങളിലേക്കും ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണത്. ഖുർആനിലെ 10-ാമത്തെ അധ്യായം സൂറത്തു യൂനുസിലെ 47-ാമത്തെ വചനത്തിൽ, 13-ാമത്തെ അധ്യായം സൂറത്തു റഅദിലെ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. എന്താണത്? എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നു. എന്തിനു വേണ്ടി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായി? പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായത് മനുഷ്യരെ ധർമ്മത്തിലേക്ക് ക്ഷണിക്കാൻ, ധർമ്മം എന്ത് എന്ന് പഠിപ്പിക്കാൻ, അധർമ്മത്തിൽ നിന്ന് അകറ്റാൻ, അധർമ്മം എന്ത് എന്ന് കൃത്യമായി വരച്ചു കാണിച്ചു കൊടുക്കാൻ. അവിടെ ഗവേഷണം ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ തെറ്റുപറ്റുന്ന പ്രശ്നമില്ല. സൃഷ്ടാവായ തമ്പുരാൻ അയച്ചതാണ് അവരെ. ആ സൃഷ്ടാവായ തമ്പുരാൻ അയച്ചതാണ് എന്നതിന് തെളിവുമായി കൊണ്ടാണ് അവർ ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്.
സ്രഷ്ടാവായ തമ്പുരാൻ അവന്റെ മാർഗനിർദ്ദേശവുമായി. ഇങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാർ അവരെല്ലാവരും, ദൈവദൂതന്മാരെല്ലാവരും പഠിപ്പിച്ചത് സ്രഷ്ടാവായ തമ്പുരാന് നിന്റെ ജീവിതത്തെ സമർപ്പിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് എന്താ? ദൈവം തമ്പുരാനെ, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ, അവന്റെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നിയമനിർദ്ദേശങ്ങൾ, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് പാലിക്കണം, ആയിരിക്കണം നിന്റെ ജീവിതം. അപ്പോൾ നിന്റെ ജീവിതത്തെ സ്രഷ്ടാവായ തമ്പുരാന് സമർപ്പിക്കണം. നിന്റെ ജീവിതത്തെ സ്രഷ്ടാവായ തമ്പുരാന് സമർപ്പിക്കണം. ആ സമർപ്പിക്കണം എന്ന് പറയുന്നതിന്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാം എന്നാൽ ഞാൻ പറഞ്ഞു സമർപ്പണം എന്നാണ് അർത്ഥം. ഇസ്ലാം എന്നത് മുഹമ്മദീയ മതം എന്നൊരർത്ഥമേ ഇല്ല ഇസ്ലാമിന്. മുഹമ്മദ് നബി ഇസ്ലാമിന്റെ സ്ഥാപകനുമല്ല. ലോകത്ത് എവിടെയെല്ലാം ദൈവം തമ്പുരാനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാവരും ഒരേപോലെ പറഞ്ഞ സ്രഷ്ടാവായ തമ്പുരാന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണമെന്ന ആശയം, ആ ആശയം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരാൾ മുസ്ലിമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഈ പ്രവാചകന്മാർ, ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാതി വമാ ഊതിയ മൂസ വഈസ വന്നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഖുർആൻ പറയാൻ, ഞങ്ങൾ മുസ്ലിമാണ് എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ പ്രഖ്യാപിക്കുക, ഖുൽ ആമന്നാ ബില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിൽ സർവ്വലോക സൃഷ്ടാവായ തമ്പുരാനിൽ വിശ്വസിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അവനിൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ച് ലഭിച്ചിട്ടുള്ള വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. മുൻപ് കടന്നു വന്ന പ്രവാചകന്മാർ അബ്രഹാം, ഇസ്മായേൽ, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, യേശു എന്ന് വേണ്ട, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരെല്ലാവരും കൊണ്ടുവന്ന ആദർശം തീർച്ചയായും ദൈവം തമ്പുരാനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം കൊണ്ടുവന്ന ആദർശം ആത്യന്തികമായി ദൈവം തമ്പുരാൻ പഠിപ്പിച്ചതാണ് എന്നും അവൻ മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുവാനാണ് പ്രവാചകന്മാരെല്ലാം കടന്നു വന്നിട്ടുള്ളത് എന്നതുകൊണ്ടും തന്നെ ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർ തമ്മിൽ, ഈ പ്രവാചകന്മാർ തമ്മിൽ യാതൊരു രീതിയിലുമുള്ള വ്യത്യാസം ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രവാചകൻ ഞങ്ങളുടെ പ്രവാചകൻ, ബാക്കിയുള്ള പ്രവാചകൻ നിങ്ങളുടെ പ്രവാചകൻ, ഇത് എൻ്റെ നാട്ടിൽ വന്ന പ്രവാചകൻ, ഇത് എൻ്റെ പ്രദേശത്ത് വന്ന പ്രവാചകൻ, ഇത് എൻ്റെ സമുദായത്തിൽ വന്ന പ്രവാചകൻ ഇല്ല. ലോകത്ത് എവിടേക്ക് കടന്നു വന്ന പ്രവാചകനാണെങ്കിലും ദൈവദൂതനാണെങ്കിലും ആചാര്യനാണെങ്കിലും അവൻ സൃഷ്ടാവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നവനാണെങ്കിൽ, സൃഷ്ടാവായ തമ്പുരാന്റെ ബോധനങ്ങൾക്ക് അനുസൃതമായി ജനങ്ങളോട് സംസാരിച്ചവനാണെങ്കിൽ അവരെ എല്ലാവരെയും അംഗീകരിക്കുന്നു. കാരണം നഹ്നു ലഹു മുസ്ലിമൂൻ, ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച, ആ പ്രവാചകന്മാർ മുഴുവനും കാണിച്ചു തന്ന പാത ഇസ്ലാം പിൻപറ്റുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ മതം എന്നാൽ ഇസ്ലാം ആകുന്നു. പടച്ച തമ്പുരാൻ പഠിപ്പിച്ച മതം അത് മുഹമ്മദ് നബി കൊണ്ടുവന്ന മതമല്ല, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശം, സൃഷ്ടാവായ തമ്പുരാനെ സമർപ്പിക്കുക എന്ന ആദർശം ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 19-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ആദർശമാണ്. ഇതിനർത്ഥം പ്രവാചകന്മാരെ മുഴുവനും അംഗീകരിക്കുകയും വേദഗ്രന്ഥങ്ങളെ മുഴുവനും അംഗീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ. ഖുർആൻ മാത്രമാണ് ഒരു വേദഗ്രന്ഥം പടച്ച തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. മുൻപുള്ള പ്രവാചകന്മാർക്ക് മുഴുവനും അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ ഖുർആൻ അംഗീകരിക്കുന്നു. ആ വേദഗ്രന്ഥങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഖുർആൻ പറയുന്നു, പക്ഷേ ഈ വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ, ആ വേദഗ്രന്ഥങ്ങൾ സ്വാർത്ഥികളായ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടു. സ്വാർത്ഥികളായ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോൾ അതിൽ അബദ്ധങ്ങളുണ്ടായി, അതിൽ പ്രക്ഷിപ്തങ്ങളുണ്ടായി, അതിൽ അധാർമികമായ പരാമർശങ്ങളുണ്ടായി, ചരിത്രവിരുദ്ധമായ ആശയങ്ങളുണ്ടായി, അശാസ്ത്രീയമായ ആശയങ്ങൾ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അങ്ങനെ പ്രക്ഷിപ്തങ്ങൾ ഉണ്ടാക്കിയ, കൈകടത്തിയ ആളുകളെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 79-ാമത്തെ വചനമാണ്. സ്വന്തം കൈകൾ കൊണ്ട് സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുകയും അവ ദൈവികമാണ് എന്ന് വാദിക്കുകയും ചെയ്തവർക്കാകുന്നു നാശം.
സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയത് ദൈവികമാണെന്ന് വാദിച്ചു ചിലർ. എന്തിനാ? സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. അതേപോലെ തന്നെ ദൈവിക ഗ്രന്ഥങ്ങളിൽ പലതും കടത്തിക്കൂട്ടി ചിലർ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 71-ാമത്തെ വചനം. വേദഗ്രന്ഥത്തിന്റെ വക്താക്കളെ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത്? സത്യത്തെ എന്നിട്ട് മറച്ചു വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സത്യവും അസത്യവും സത്യമാകുന്ന ശ്രുതികളാകുന്ന സർവശക്തനായ തമ്പുരാനിൽ നിന്ന് ആ പ്രവാചകന്മാർ, ദൈവദൂതന്മാർ കേട്ട, അറിഞ്ഞ, മനസ്സിലാക്കിയ കാര്യങ്ങളും നിങ്ങളുടേതായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എഴുതിയുണ്ടാക്കിയ നിയമനിർദ്ദേശങ്ങളും ഇവ കൂട്ടിക്കുഴച്ചുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, എല്ലാ പ്രവാചകന്മാരെയും എല്ലാ വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുമ്പോഴും പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ പ്രവാചകന്മാരെ മുഴുവനും അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ പേരിൽ നിലവിലുള്ള ആശയങ്ങളെ മുഴുവനും അംഗീകരിക്കുന്നു എന്നല്ല അർത്ഥം. പ്രവാചകന്മാരുടെ പേരിൽ, ദൈവദൂതന്മാരുടെ, ആചാര്യന്മാരുടെ പേരിൽ പലതും പല രൂപത്തിലും കെട്ടിക്കൂട്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കുകയല്ല, മറിച്ച് അവർ എന്താണോ പഠിപ്പിച്ചത് അത് അംഗീകരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ പഠിപ്പിച്ചത് എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് അംഗീകരിക്കുന്നു. വേദഗ്രന്ഥം ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച രീതിയിൽ നിലനിൽക്കുമ്പോൾ അത് അംഗീകരിക്കുന്നു. ഈ പ്രവാചകന്മാരുടെ ശൃംഖലക്ക് അവസാനം കുറിച്ചുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. അതൊരു പ്രതീക്ഷയുടെ പൂർത്തീകരണവും കൂടിയായിരുന്നു. ഇവിടെ ബഹുമാന്യനായ വിവേകാനന്ദൻ സാർ സൂചിപ്പിച്ചു, ഭാരതീയ ദർശനപ്രകാരമുള്ള പ്രതീക്ഷ, കലിയുഗത്തിന്റെ പാരമ്യത്തിലുള്ള പ്രതീക്ഷ. ഇതേപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ആളുകൾ ധർമ്മ സംസ്ഥാപനത്തിന്റെ പൂർത്തീകരണവുമായി നിരന്തരമായി ഇരുളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന അർക്കനെ പോലെ കടന്നു വരാനിരിക്കുന്ന, ലോകത്തിന് മുഴുവനും സ്വീകരിക്കുവാൻ സാധിക്കുന്ന സന്ദേശങ്ങളുമായി കടന്നു വരാനിരിക്കുന്ന ഒരു മഹാചാര്യനെ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയുടെ പൂർത്തീകരണവുമായി കടന്നു വന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പരിശുദ്ധ ഖുർആൻ അവകാശപ്പെടുകയാണ്. മുഹമ്മദ് നബി ഒരു പുതിയ ആശയത്തിന്റെയും സൃഷ്ടാവല്ല, ഒരു പുതിയ ആശയത്തിന്റെയും സംസ്ഥാപകനുമല്ല. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയം അത് പൂർത്തീകരിക്കുകയും ലോകത്തിന്റെ മുന്നിൽ ചരിത്ര കാലഘട്ടത്തിൽ അതനുസരിച്ച് ജീവിച്ച ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് ലോകത്തിന് മാതൃകയാകുകയും ചെയ്തു എന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷത. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ആ വേദഗ്രന്ഥത്തിന്റെ സവിശേഷത എന്താണ്? അവസാനത്തെ വേദഗ്രന്ഥമായതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സൃഷ്ടാവായ തമ്പുരാൻ തന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ബാക്കി വേദഗ്രന്ഥങ്ങളെ ആ സമൂഹത്തെ ഏൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് ഏത് സമൂഹമായിരുന്നാലും തഥൈവ മുസ്ലിങ്ങളെയായിരുന്നു ഈ ഖുർആന്റെ സംരക്ഷണം അതേപോലെ ഏൽപ്പിച്ചിരുന്നതെങ്കിൽ എന്ന് ചുരുങ്ങിയത് ഒരു 100 ഖുർആനുകളെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയുമായിരിക്കും. ഞാൻ പറയുന്നത് കേവലമായ ഒരു സമുദായത്തെ ഏൽപ്പിക്കുകയല്ല, മറിച്ച് അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം സൃഷ്ടാവായ തമ്പുരാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ആ സൃഷ്ടാവായ തമ്പുരാന്റെ വാഗ്ദാനമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്നു ഈ വേദഗ്രന്ഥം, ഈ ഉത്ബോധനം അവതരിപ്പിച്ചിട്ടുള്ളത്. നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. സൃഷ്ടാവായ തമ്പുരാൻ കാത്തു സൂക്ഷിക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ച ഗ്രന്ഥം. അത് 14 നൂറ്റാണ്ടുകളായി മനുഷ്യരുടെ കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗ്രന്ഥം. മനുഷ്യരുടെ കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗ്രന്ഥം. വൈരുദ്ധ്യങ്ങളില്ലാത്ത, അധാർമികതകളില്ലാത്ത, അശാസ്ത്രീയതകളില്ലാത്ത, ചരിത്രവിരുദ്ധമായ പരാമർശങ്ങളില്ലാത്ത, ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം. ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഖുർആൻ 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാനിൽ 1-2 വചനങ്ങളാണ്. പരമകാരുണികനായ തമ്പുരാനാണ് ഈ ഗ്രന്ഥം ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ സൃഷ്ടാവായ തമ്പുരാൻ അവതരിപ്പിച്ച ഗ്രന്ഥം അത് മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെടാത്ത രീതിയിൽ നമ്മുടെ മുമ്പിൽ, അതേപോലെ തന്നെ പ്രവാചകന്മാരിൽ അന്തിമനായി കടന്നു വന്ന ചരിത്ര കാലഘട്ടത്തിൽ ചരിത്രത്തിന്റെ പൂർണ്ണമായ തെളിച്ചത്തിൽ കടന്നു വന്ന അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ ജീവിതം ശാസ്ത്രീയമായി രേഖപ്പെടുത്തപ്പെട്ടതായി നമ്മുടെ മുമ്പിൽ. ഇത്ര ശാസ്ത്രീയമായി രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു ജീവിതം ചരിത്ര കാലഘട്ടത്തിലോ അതിനു മുൻപോ ഉണ്ടായിട്ടില്ല. അത് വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ മുൻപിൽ ഈ 2
പ്രമാണങ്ങൾ, വേദഗ്രന്ഥം ദൈവീകമായ ഗ്രന്ഥം, മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കാത്ത, അതേപോലെ തന്നെ ആ ദൈവിക ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണമായ പ്രായോഗികവൽക്കരണം സാധിച്ച അന്തിമ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം ശാസ്ത്രീയമായി കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ജീവിതചര്യ നമ്മുടെ മുന്നിൽ. ഇത് രണ്ടുമാണ് ഇന്നത്തെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. ഇസ്ലാമിൻ്റെ ഈ പ്രമാണങ്ങൾക്ക് ലോകത്തിൻ്റെ മുന്നിൽ വെക്കാനുള്ള ആശയം എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. അത് അതിനർത്ഥം ഏതെങ്കിലും കാലത്തെ ഒരു പുതിയ ആശയം എന്നല്ല, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആശയം. എന്താണ് ഈ ലോകത്തിൻ്റെ മുന്നിൽ വെക്കാനുള്ളത്? എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആശയം തന്നെ. സൃഷ്ടാവായ തമ്പുരാൻ അറിയുക, അവനെ മാത്രം ആരാധിക്കുക, അവൻ്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കുക, അങ്ങനെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കണ്ടെത്തുക. ഇതാണ് പരിശുദ്ധ ഖുർആനിന് മനുഷ്യരോട് പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനുഷ്യരോട് പറയാനുള്ളത്. അതല്ലാത്ത ഏതെങ്കിലും പുതിയ ആശയങ്ങളില്ല, ഏതെങ്കിലും പുതിയ സന്ദേശങ്ങളിൽ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച സന്ദേശം. സൃഷ്ടാവായ തമ്പുരാനെ നിങ്ങൾ അറിയണം. അവൻ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളുടെയും സൃഷ്ടാവാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിഅത് വഇല ജിബാലി കൈഫ നുസിബത് വഇല അർളി കൈഫ സുത്തിഹത്. പരിശുദ്ധ ഖുർആൻ 88-ാമത്തെ അധ്യായം സൂറത്തുൽ ആശയിലെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. അവർ ഉപരിലോകത്തിലേക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടതെന്ന്. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടതെന്ന്. അവർ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടതെന്ന്. അതെ, ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകലമാന പ്രതിഭാസങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സൃഷ്ടാവായ തമ്പുരാനെ കുറിച്ച്. ആ തമ്പുരാനെ നിങ്ങൾ അറിയണം, ആ തമ്പുരാനെ നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളണം. ആ തമ്പുരാനെ എങ്ങനെയാണോ പ്രവാചകന്മാർ പഠിപ്പിച്ചത് ആ രൂപത്തിൽ മനസ്സിലാക്കണം. ഇത് പരിശുദ്ധ ഖുർആന് പുതുതായി പറയാനുള്ളതാണോ? ഉപനിഷത്തുകൾക്ക് മുഴുവനും പ്രഖ്യാപിക്കുവാനുള്ള ആശയമല്ലേ? നതത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ബാന്ധം അനുഭാതി സർവം തസ്യ ഭാസ സർവമിധം വിഭാതി. ഇത് ഉപനിഷത്തുകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. മുണ്ടകോപനിഷത്തിലെ 2-ാം മുണ്ടകത്തിലെ 2-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനത്തിൽ, കഠോപനിഷത്തിലെ ദ്വിതീയ വല്ലിയിലെ 2-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ, ശ്വേതശതരോപനിഷത്തിലെ 6-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള കാര്യം എന്താണ്? ഈ പ്രപഞ്ചത്തിന് ഞാൻ വിശദീകരിക്കുന്നില്ല. സൂര്യൻ എവിടെ ആരുടെ ആജ്ഞയനുസരിച്ചു കൊണ്ടാണോ പ്രകാശിക്കുന്നത്? ചന്ദ്രൻ ആരുടെ നിയമനിർദ്ദേശങ്ങൾ പ്രകാരമാണോ പ്രഭ പുറപ്പെടുവിക്കുന്നത്? ഈ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യുത്തുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ആരുടെ ആജ്ഞയുടെ അടിസ്ഥാനത്തിലാണ്? അവനെ അറിയുക, അവനെ മനസ്സിലാക്കുക. സൃഷ്ടാവായ തമ്പുരാൻ. ആ സൃഷ്ടാവായ തമ്പുരാനെ വളരെ സമഗ്രമായി സംക്ഷിപ്തമായി പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി. ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ ഖുർആൻ പരിചയപ്പെടുത്തി. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആർക്കും സൃഷ്ടാവായ തമ്പുരാൻ ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പരിചയപ്പെടുത്തൽ. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച കാര്യങ്ങളുടെ പൂർണ്ണമായ സത്ത എന്താണത്? ഖുൽ ഹുവല്ലാഹു അഹദ്. പറയുക, കാര്യം അല്ലാഹു ഏകനാണ് എന്നതാണ്. ഇവിടെ ബഹുമാന്യനായ വിവേകാനന്ദൻ സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏകം സത് എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. സൃഷ്ടാവായ തമ്പുരാന്റെ ഏകത്വത്തെക്കുറിച്ച്. അവനാരാണ്? അവൻ ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. എല്ലാം അവനെ ആശ്രയിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നു. അവൻ ജനിച്ചിട്ടുണ്ടോ? ഇല്ല, അവൻ ജനിച്ചിട്ടില്ല. അവൻ ആരെങ്കിലും ജനിപ്പിച്ചിട്ടുണ്ടോ? ആരെയും അവൻ ജനിപ്പിച്ചിട്ടുമില്ല. അവന് തത്തുല്യമായി ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ടോ? യാതൊന്നും തന്നെ ഇല്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അവൻ. ആ വളരെ സംക്ഷിപ്തമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഖുർആൻ ഒരല്പം കൂടി മുന്നോട്ട് കടന്ന് സൃഷ്ടാവും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൃത്യമായ മേഖലകൾ നിർണയിച്ചു കൊടുക്കുകയാണ്. സൃഷ്ടാവായ തമ്പുരാൻ അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, അവൻ അവിടെ നിൽക്കട്ടെ, ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നല്ല പ്രവാചകന്മാരൊന്നും പഠിപ്പിച്ചത്. നിങ്ങൾ വേദഗ്രന്ഥങ്ങൾ മുഴുവനും എടുത്ത് പരിശോധിക്കുക. വേദഗ്രന്ഥങ്ങളിലെല്ലാം ദൈവം തമ്പുരാനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. മനുഷ്യരെ നന്നാക്കുവാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാർ സൃഷ്ടാവായ തമ്പുരാനെ കുറിച്ച് പേർത്തും 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 പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഏത് വേദസംഹിതകൾ എടുത്തോളൂ, അതല്ലെങ്കിൽ ബൈബിളിലെ പഴയതും പുതിയതുമായ നിയമപുസ്തകങ്ങൾ എടുത്തോളൂ,
അതല്ല സെന്റ് അവസ്ഥയെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്തോളൂ. ഏത് ഗ്രന്ഥങ്ങൾ എടുത്താലും സൃഷ്ടാവായ തമ്പുരാനെ കുറിച്ചുള്ള ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തേ കാരണം? മനുഷ്യരെ നന്നാക്കുവാൻ, മനുഷ്യർക്ക് ധർമ്മം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാർ സൃഷ്ടാവും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു. അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോ ആദ്യമായി പറഞ്ഞത് സൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ പേരിലുള്ള സകലമാന ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യർ മുക്തമാകണമെന്നാണ്. ദൈവത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങൾ, അതിന് എന്തു വേണം? സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യരെത്തണം. ആരാധന സൃഷ്ടാവായ തമ്പുരാനോട് മാത്രമാകേണ്ടതുണ്ട്. ഖുർആൻ വളരെ സുന്ദരമായി ഇക്കാര്യം മനുഷ്യരോട് മുഴുവനുമായി പ്രഖ്യാപിച്ചു. യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്കൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-22 വചനങ്ങളാണ്. ഖുർആൻ പഠിപ്പിക്കുകയാണ് മനുഷ്യരെ. ഇവിടെ ജാതീയമായ അതിർവരമ്പുകളില്ല, വർഗീയമായ ഏതെങ്കിലും രൂപത്തിലുള്ള വ്യത്യാസങ്ങളില്ല. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ രക്ഷിതാവിനെയാണ്, റബ്ബിനെയാണ്, നിങ്ങളുടെ നാഥനെയാണ്. അവനാരാണ്? നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണോ, നിങ്ങളെ മുൻഗാമികളെ മുഴുവനും സൃഷ്ടിച്ചവൻ ആരാണോ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എങ്കിലേ നിങ്ങൾ ദൈവികമായ ബോധനമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീരൂ. സൃഷ്ടാവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം ശരിയാക്കണം. അവനാരാണ്? നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നില്ലേ അവൻ? നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കൂരയാക്കി തന്നില്ലേ അവൻ? ആ ഉപരിലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ജലഗണങ്ങളെ ഇറക്കി തന്നില്ലേ അവൻ? ആ ജലഗണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് സസ്യലതാദികളെയും ഫലമൂലാദികളെയും നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളെയും ഉൽപ്പാദിപ്പിച്ചു തന്നില്ലേ അവൻ? അവനെ നിങ്ങൾ ആരാധിക്കുക, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഇവിടെ വർഗീയതകളില്ല, ജാതീയതകളില്ല, ഏതെങ്കിലും രൂപത്തിലുമുള്ള ചൂഷണങ്ങൾ കടന്നു വരുന്നില്ല. ആരാധ്യന്മാരുടെ പേരിലുള്ള തമ്മിൽ പ്രശ്നങ്ങളുമില്ല. ഇവിടെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചാൽ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച കാര്യമാണിത്. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ച കാര്യം. പക്ഷേ മനുഷ്യ സമൂഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ആ പ്രവാചകന്മാരെയും ദൈവദൂതന്മാരെയും തന്നെയും ഇതിനെതിരെ ഉപയോഗിച്ചതായിട്ടാണ് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നത്. ബൈബിളിലും ഖുർആനിലും പേര് പറയപ്പെട്ട അബ്രഹാം പ്രവാചകൻ, സകല ബഹുദൈവാരാധനക്കെതിരെ ഏറ്റവും അധികം ശബ്ദിച്ച പ്രവാചകനായി ബൈബിളും ഖുർആനും പറയുന്ന പ്രവാചകൻ, വിഗ്രഹാരാധനക്കെതിരെ ശബ്ദിച്ച പ്രവാചകൻ. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ആദ്യമായി അബ്രഹാമിന്റെ തന്നെ, ഇബ്രാഹിം നബിയുടെ തന്നെ വിഗ്രഹത്തെയായിരുന്നു. മനുഷ്യൻ അങ്ങനെയാണ്. ഏതൊരു പ്രവാചകനാണോ, ഏതൊരു ദൈവദൂതനാണോ എല്ലാറ്റിനും എതിരെ സംസാരിച്ചത്, ബഹുദൈവാരാധനക്കെതിരെ സംസാരിച്ചത്, അവനെ തന്നെ ദൈവമാക്കുക. ഇവിടെ ശ്രീബുദ്ധന്റെ ഉദാഹരണം പറഞ്ഞല്ലോ. ശ്രീബുദ്ധൻ വിഗ്രഹാരാധനക്കെതിരെ ശക്തമായി സംസാരിച്ചയാൾ. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹങ്ങൾ ശ്രീബുദ്ധൻ്റെതാണ്. ഇത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു പൈശാചികമായ പ്രവർത്തനം എന്നാണ് ഇസ്ലാം പറയുക, ഖുർആൻ പറയുക. പൈശാചികമായ പ്രേരണയ്ക്ക് വിധേയമായി മനുഷ്യർ ബഹുദൈവാരാധനയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, സൃഷ്ടാവായ തമ്പുരാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്മാരെ കുറിച്ച്. ഭാരതത്തിലേക്ക് പ്രവാചകന്മാർ, ദൈവദൂതന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഭാരതത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ദൈവദൂതന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭാരതത്തിലേക്കും പ്രവാചകന്മാരുടെ ദൈവദൂതന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ടായേ മതിയാകൂ. അവർ പഠിപ്പിച്ച ആശയങ്ങളുടെ സ്വാധീനം വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ വേദഗ്രന്ഥങ്ങളുടെ അടിത്തറകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പരിശോധിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബാദാരായണന്റെയും ശ്രീശങ്കരന്റെയും എല്ലാം അദ്വൈത വ്യാഖ്യാനം കടന്നു വരുന്നതിന് മുൻപ് തന്നെ വേദസംഹിതകളുടെ അടിത്തറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സൃഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന് ശക്തമായി അനുശാസിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. യജുർവേദത്തിലെ 40-ാം അധ്യായം 9-ാമത്തെ വചനമെടുക്കുക. ഈശാവാസ്യോപനിഷത്തിൽ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് 12-ാമത്തെ വചനമായിക്കൊണ്ട്. അന്ധം തമഹ പ്രവിശന്തിയേ സംഭൂതി മുപാസതേ തതോ ഭൂയ ഇവദേ തമോ യൗ സംഭൂത്യാം രതഃ. എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? എന്താണ്? പ്രകൃതിയെ ഉപാസിക്കുവാൻ പാടില്ല,
ദേവപിതൃ മാനവാദികൾ ഉപാസിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിലാണ് പ്രവേശിക്കുക. കൃത്യമായി പഠിപ്പിക്കുകയാണ്, വളരെ വ്യക്തമായി. ദേവപിതൃ മാനവാദികൾ നശ്വരങ്ങളായ വസ്തുക്കളെ ഉപാസിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിലാണ് പതിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ അവശിഷ്ടമായിരിക്കാം ഈ വചനങ്ങൾ. എന്നാണ് നതസ്യ പ്രതിമ അസ്തി യസ്യ നാമ മഹത്യശഃ. യജുർവേദത്തിൽ 32-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനം. സൃഷ്ടാവായ തമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ അവൻ പ്രതിമകളിൽ ഒന്നുമില്ല എന്ന് പറയുന്ന, അവന് പ്രതിമയില്ല എന്ന് പറയുന്ന വചനം. ഇത് അദ്വൈതത്തിനെതിരായി ഞാൻ മനസ്സിലാക്കുന്നു. വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഏതെങ്കിലും എതിർക്കുവാനോ അല്ലെങ്കിൽ വിമർശിക്കുവാനോ വേണ്ടിയല്ല. പ്രവാചകന്മാർ, ദൈവദൂതന്മാർ ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നും ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളുടെ അവശിഷ്ടങ്ങൾ, അവക്ഷിപ്തങ്ങൾ ഭാരതീയ വേദ സംഹിതകളിലെല്ലാം ഉണ്ട് എന്നും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ ബഹുമാനനായ വിവേകാനന്ദൻ സാർ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രക്ഷിപ്തങ്ങളും കടന്നു വന്നു. സൃഷ്ടാവായ തമ്പുരാന് അവനെ അറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്ന സന്ദേശം പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച സന്ദേശം. അത് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. അവിടെ മനുഷ്യരും ദൈവവും തമ്മിലുള്ള ഈ സകല വിധത്തിലുമുള്ള ഇടയാളന്മാരുടെ അടിവേരറുക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. എന്നെ സൃഷ്ടിച്ച തമ്പുരാൻ, അവനും ഞാനും തമ്മിലുള്ള ബന്ധമാണ് എൻ്റെ ആരാധന, എൻ്റെ പ്രാർത്ഥനാ വഴിപാടുകൾ. അവനെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ഹൃദയം അറിയുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പറിയുന്ന, എൻ്റെ കട്ടുനോട്ടം അറിയുന്ന, എൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന, എൻ്റെ പരസ്യങ്ങൾ അറിയുന്ന തമ്പുരാൻ എൻ്റെ ഹൃദയം തുറന്നു വെക്കുന്നത് അവൻ്റെ മുന്നിൽ. എനിക്കവിടെ കാപട്യങ്ങൾ ഉണ്ടാകാൻ കഴിയില്ല. എനിക്കവിടെ കപടത കടന്നു വരാൻ ആവില്ല. കാരണം എൻ്റെ പുറത്തുള്ള പുഞ്ചിരിയല്ല തമ്പുരാൻ നോക്കുക, എൻ്റെ ഹൃദയത്തിനകത്തുള്ള കാര്യമാണ്. ആ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക, അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക. എങ്കിലോ അവിടെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത്. മനുഷ്യന് എന്തിനു വേണ്ടി ധർമ്മം അനുസരിച്ച് ജീവിക്കണം? എന്തുകൊണ്ട് എനിക്ക് എൻ്റെ തോന്നിയാസിയായി ജീവിച്ചുകൂടാ? എന്തിന് ഞാൻ അയൽവാസിയെ പരിഗണിക്കണം? എന്തിനെനിക്ക് മൃഗങ്ങളെപ്പോലെ ലൈംഗികമായി പെരുമാറിക്കൂടാ? എന്തുകൊണ്ട് ഞാൻ ചില വിധിവിലക്കുകൾ അനുസരിക്കണം? എന്തേ എനിക്ക് അധാർമികമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചുകൂടാ? എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം അത് ഈ ഭൂമിയിൽ നന്നായി ജീവിക്കാനെന്നാണെങ്കിൽ ഈ ഭൂമിയിൽ വല്ല തോന്നിവാസങ്ങളും ചെയ്യുന്നവർ സുന്ദരമായി ജീവിക്കുന്നുണ്ടല്ലോ. എങ്കിൽ ഈ ഭൂമിയിൽ നല്ല പേരിന് വേണ്ടിയാണ് എന്നാണെങ്കിൽ ആ തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ സാമൂഹ്യ സേവനത്തിന്റെ സുന്ദരമായ മുഖംമൂടിക്കുള്ളിൽ ജീവിക്കുകയും അങ്ങനെ ആ സാമൂഹ്യ സേവനത്തിന്റെ മുഖംമൂടി പുറത്തേക്ക് കാണിക്കുകയും അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഉന്നതന്മാരായി വിലസുകയും അതേസമയം പിന്നിലൂടെ സകലമാന തോന്നിയാസങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്നവരെ നമുക്കറിയാമല്ലോ. പുതിയ തലമുറ തിരിച്ചു ചോദിക്കുകയാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, പ്രവാചകന്മാർ മുഴുവനും പറഞ്ഞ ശബ്ദം, മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിതത്തിനപ്പുറത്താണ്. മനുഷ്യരുടെ കർമ്മങ്ങളുടെ മുഴുവനും ലക്ഷ്യം കർമ്മത്തിനപ്പുറത്താണെങ്കിൽ ഞാനിവിടെ സംസാരിക്കുന്നതിൻ്റെ ലക്ഷ്യം കേവലം സംസാരിക്കുകയല്ല, നിങ്ങളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കേവലം ബോധ്യപ്പെടാനല്ല, അത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനാണെങ്കിൽ, നമ്മുടെ ഓരോ കർമ്മത്തിൻ്റെയും ലക്ഷ്യം ആ കർമ്മത്തിനപ്പുറത്താണെങ്കിൽ, മനുഷ്യ ജീവിതമെന്ന കർമ്മ സാകല്യത്തിൻ്റെ ലക്ഷ്യം ആ ജീവിതത്തിനപ്പുറത്തായേ പറ്റൂ. ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം മരണത്തിന് ശേഷം മനുഷ്യരെ നിങ്ങൾക്കൊരു ശാശ്വതമായ യഥാർത്ഥ ജീവിതം കടന്നു വരാനുണ്ട്. ആ ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും ആത്യന്തികമായ ജീവിതത്തിൻ്റെ മോക്ഷമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ല, നിങ്ങളുടെ ഈ ജീവിതം, ഈ ഒരൊറ്റ ജീവിതം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെടുകയുള്ളൂ. മറ്റൊരു ജീവിതം കൂടി ഒരു ചാൻസായി നൽകപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഇപ്പോൾ നിങ്ങൾ നന്നായേ പറ്റൂ. ഇതൊരു കൃഷിയിടമാണ്. രണ്ടാമത്തെ ഒരു തവണയില്ല. ഒരിക്കൽ കൂടി തിരിച്ചു വന്ന് ഒന്നുകൂടി നന്നായി ജീവിച്ചു കളയാം, ഇപ്പോഴൊന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചു കളയാമെന്നില്ല. ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കുമോ? ജീവിക്കാൻ സന്നദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകം സമ്മാനമായി ലഭിക്കും. അല്ല, നിങ്ങൾ ഈ ജീവിതത്തെ നിങ്ങളുടെ തോന്നിയാസത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഒരുങ്ങുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക ദൈവികമായ ശാപകോപതാപങ്ങളുടെ ഭവനമായ നരകലോകമായിരിക്കും. ഇത് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഖുർആനിലെ 1/3 ഭാഗം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ചുള്ളതാണ്. ആ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ കാര്യങ്ങളെല്ലാം സംക്ഷിപ്തമായി ഖുർആനിലെ 3-ാമത്തെ അധ്യായം
സൂറത്ത് ആൽ ഇംറാനിലെ 185 വചനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സൂസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. മനുഷ്യരെല്ലാം മരണപ്പെടും. അവരുടെ കർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം ലഭിക്കപ്പെടുക മരണാനന്തര ജീവിതത്തിൽ വെച്ച് മാത്രമാണ്. ഇവിടെ ആർക്കാണ് കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകാൻ കഴിയുക? ഇല്ല. നന്മയായിരുന്നാലും തിന്മയായിരുന്നാലും കർമ്മങ്ങൾക്ക് പ്രതിഫലം, മനുഷ്യകർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകാൻ ഭൂമിയിലെ യാതൊരു സംവിധാനത്തിനും കഴിയില്ല. എത്ര നീതിനിഷ്ഠമായ ഭരണകൂടത്തിനും കഴിയില്ല. അതങ്ങനെയുള്ളതാ മനുഷ്യകർമ്മങ്ങൾ. കർമ്മങ്ങൾക്കുള്ള പൂർണ്ണ പ്രതിഫലം അവിടെ വെച്ചാണ്. അവിടെ ആരാണോ സ്വർഗപ്രവേശത്തിന് അർഹരാകുന്നത്, ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അവരാണ് വിജയിച്ചവർ. ഇഹലോക ജീവിതം എന്നത് കേവലം മനുഷ്യരെ കബളിപ്പിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുക. ഇത് പറയുമ്പോൾ ഇത് ഖുർആന്റെ ഒരു സ്വന്തമായ ആശയമാണോ? അല്ല, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയം. ഖുർആൻ പറഞ്ഞു സുഹുഫി ഇബ്രാഹിം വ മൂസ. മുൻപുള്ള പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയം, മുൻപുള്ള പ്രവാചകന്മാരുടെ മുഴുവനും രേഖകളിൽ ഉണ്ടായിരുന്ന ആശയം. ആ ആശയമാണിത്, മരണാനന്തര ജീവിതം എന്ന സത്യം. നമ്മൾ കാണാൻ കഴിയും. ഭാരതീയ സാഹിത്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പുനർജന്മ വിശ്വാസവും മറ്റു വിശ്വാസങ്ങളുമെല്ലാം കടന്നു വരുന്നതിന് മുൻപ് തന്നെ സ്വർഗ നരകങ്ങളിലുള്ള വിശ്വാസം ഈ ഭാരതീയ സംസ്കൃതിയിലെ അടിസ്ഥാന വിശ്വാസമായിരുന്നു എന്നുള്ള കാര്യം. സ്വർഗേ ലോകം ന ഭയം കിഞ്ചനാസ്തി ന തത്രുത്വം ന ജരയാഭിഭേദി ഉഭയ തീർത്വാശനായ പിപാസേ ശോകാദിഗോ മോദതേ സ്വർഗലോകേ എന്ന് നചികേതസിനോട് യമരാജൻ പറയുന്നതായി നമ്മൾ കഠോപനിഷത്തിലെ പ്രഥമവല്ലിയിലെ പ്രഥമാധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ വായിക്കുമ്പോൾ, യാതൊരു പ്രയാസവുമില്ലാത്ത, രോഗമില്ലാത്ത, പ്രശ്നമില്ലാത്ത, മരണമില്ലാത്ത ആ സ്വർഗലോകത്തിലേക്കാണ് ജീവിതത്തെ ദൈവീക മാർഗദർശനം അനുസരിച്ചുകൊണ്ട് ജീവിച്ചവർ കടന്നു പോവുക എന്ന് പറയുമ്പോൾ, ആ സ്വർഗലോകം അസൂര്യ നാമതേ ലോകേ അന്ധേന തമസാവൃതാഹ താംസ്ത്യ പ്രേദ്യാഭിഗച്ഛന്തിയേ ചാത്മഹാനോ ജനഃ എന്ന് ഈശാവാസ്യോപനിഷത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുമ്പോൾ, അന്ധകാരമയമായ ആത്മഘാതികൾക്ക് കടന്നു പോകുവാനുള്ള നരകലോകം. ആ സ്വർഗനരകങ്ങളെ കുറിച്ച് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചു എന്നതിന് തെളിവായിക്കൊണ്ടാണ് ഞാനിത് കരുതുന്നത്. ലോകത്തിലെല്ലാ സമൂഹങ്ങളുടെയും അടിസ്ഥാനപരമായ ചോദനകളിലൊന്നായി ഈ സ്വർഗത്തിനു വേണ്ടിയുള്ള ആഗ്രഹം നിലനിന്നിരുന്നു എന്ന് നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇവിടെ സ്വർഗനരകങ്ങളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പിന്മാറുകയല്ല പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്, മറിച്ച് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി പഠിപ്പിക്കുകയാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മനുഷ്യരുടെ കൈകടത്തലുകളില്ലാത്ത ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നു, ഇതാ ദൈവിക മാർഗദർശനം അനുസരിച്ചുകൊണ്ട് ജീവിച്ച് സ്വർഗപ്രവേശത്തിന് അർഹരാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾക്കിതാ മാർഗദർശക ഗ്രന്ഥം. ഇതാകുന്നു ഗ്രന്ഥം, സംശയമൊന്നും വേണ്ട. ഇത് നിങ്ങളെ ദൈവിക മാർഗദർശനം അനുസരിച്ച് മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. പൂർണ്ണമായി ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കുമുള്ള മാർഗദർശനം, എല്ലാ രംഗത്തേക്കുമുള്ള മാർഗദർശനം. അതേതെങ്കിലും മതജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ആരാധനാ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും രംഗത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പൂർണ്ണമായ, നിങ്ങളൊരു പുത്രനാണോ, ഭർത്താവാണോ, പിതാവാണോ, അതേപോലെ തന്നെ പുത്രിയാണോ, മാതാവാണോ, ഭാര്യയാണോ എന്ന് വേണ്ട, കച്ചവടക്കാരനാണോ, പണ്ഡിതനാണോ, പാമരനാണോ, പൗരനാണോ, രാജാവാണോ, എന്തു തന്നെയാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും പ്രഭാതം മുതൽ പ്രദോഷം വരെ, ആ പ്രദോഷം മുതൽ പ്രഭാതം വരെയുമുള്ള ജീവിതത്തിന്റെ സകലമാന രംഗത്തേക്കുമുള്ള കൃത്യമായ മാർഗദർശനം. അവിടെ മാർഗദർശനം ധർമ്മം എന്ത്, അധർമ്മം എന്ത് എന്ന് നോക്കി ഗവേഷണം ചെയ്യേണ്ടതില്ല. ഈ മാർഗദർശനം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ശാസ്ത്രത്തിന്റെ, സാഹിത്യത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, പ്രവചനങ്ങളുടെ എന്നുവേണ്ട ഏത് രൂപത്തിലുമുള്ള മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാം ഇവ ദൈവികമാണോ എന്ന്. പരിശുദ്ധ ഖുർആനാകുന്ന പ്രമാണം അത് ദൈവികമാണോ എന്ന്. അതേപോലെ തന്നെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മനുഷ്യർക്ക് മാർഗദർശകമാണോ എന്ന് നമ്മുടെ പൂർണ്ണമായ എല്ലാ രൂപത്തിലുമുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കുക. പരിശോധിച്ച് ബോധ്യപ്പെടുകയാണെങ്കിൽ ജീവിതത്തിൽ ആ മാർഗദർശനം ഉപയോഗിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇത് ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കുമുള്ള മാർഗദർശനം എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങളെ വ്യത്യസ്ത രൂപങ്ങളിൽ കാണുന്നേയില്ല. ജനങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിലുള്ളവരുണ്ടാകും. പാവപ്പെട്ടവനുണ്ടാകും, പണക്കാരനുണ്ടാകും, തൊഴിലാളി ഉണ്ടാകും, മുതലാളി ഉണ്ടാകും, കറുത്തവനുണ്ടാകും, വെളുത്തവനുണ്ടാകും, ഉന്നതനെന്ന് സമൂഹം പറയുന്നവനുണ്ടാകും, അധമനെന്ന് സമൂഹം പറയുന്നവനുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ കർമ്മങ്ങളുടെ വിഷയത്തിൽ അത്തരം വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ദൈവികമായ മാർഗദർശനത്തിന്റെ വിഷയത്തിൽ അത്തരം വ്യത്യാസങ്ങളൊന്നുമില്ല.
മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നും നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ആണ് മനുഷ്യനെ ഉന്നതനാക്കുന്നത് യുദ്ധമാണ് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനപരമായ അധ്യാപനങ്ങളിലൊന്ന്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനമാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങളെല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കൾ. നിങ്ങളിലെ ഗോത്രങ്ങളും സമൂഹങ്ങളും വർഗങ്ങളുമെല്ലാം നിങ്ങളെ കേവലം തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള മേൽവിലാസങ്ങൾ മാത്രമാണ്. നിങ്ങളിൽ ഉത്തമൻ ഏതെങ്കിലും ഉത്തമ ഗോത്രത്തിൽപ്പെട്ടവനല്ല, വെളുത്തവനല്ല, കറുത്തവനല്ല, അറബിയല്ല, അനറബിയല്ല, ഏതെങ്കിലും പ്രത്യേക പ്രദേശത്തുകാരനല്ല. ഏത് ദേശത്തുകാരനായിരുന്നാലും ഏത് ദേശത്തും നന്മയും തിന്മയും ഉണ്ടാകുമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. ഏത് ദേശത്തുകാരനായിരുന്നാലും അങ്ങനെയൊന്നുമല്ല. മറിച്ച് നിങ്ങളിൽ ഉത്തമൻ നിങ്ങളുടെ കർമ്മങ്ങളാണ് നിങ്ങളുടെ ഔന്നത്യം തീരുമാനിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആത്മാർത്ഥമായ കർമ്മങ്ങൾ, അതുവഴിയാണ് ദൈവം തമ്പുരാനിൽ നിങ്ങൾക്ക് ഉത്തമനാകാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ രംഗങ്ങളിലെല്ലാം നിങ്ങൾ ദൈവികമായ വിധിവിലക്കുകൾ പാലിക്കുക. ആ വിധിവിലക്കുകളാകട്ടെ രാജാവിനും പ്രജക്കും വ്യത്യസ്തമല്ല. അവിടെ ദൈവികമായ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരേപോലെയുള്ള നിയമനിർദ്ദേശങ്ങൾ. അതേസമയം ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കുമുള്ള കൃത്യമായ വിധിവിലക്കുകൾ. ഇതാണ് ഇസ്ലാം. എല്ലാ ജീവിതത്തെ പൂർണ്ണമായി പടച്ച തമ്പുരാന് സമർപ്പിക്കുക എന്ന ആദർശം, ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കുമുള്ള മാർഗദർശനം. ഇത് ഏതെങ്കിലും പുതിയ പ്രവാചകന്മാർ ഏതെങ്കിലും ഒരാൾ സ്ഥാപിച്ച ആദർശമല്ല, ഏതെങ്കിലും പ്രദേശത്ത് രൂപപ്പെട്ട ഒരാശയവുമല്ല. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയം. ആ പ്രവാചകന്മാരിൽ അന്തിമനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശം, ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ആദർശം, ആ പരിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും നിരങ്കുശമായ ബുദ്ധിയുടെയും നിഷ്കൃഷ്ടമായ യുക്തിബോധത്തിന്റെയും വ്യക്തമായ പരീക്ഷണങ്ങൾക്ക്, പരിശോധനകൾക്ക് വിധേയമാക്കുകയും അങ്ങനെ വിധേയമാക്കി അവ പൂർണ്ണമായി ബോധ്യപ്പെടുകയാണെങ്കിൽ അതിലാശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് മനുഷ്യരോട് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്ന കാര്യം. ഇക്കാര്യം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തുറന്ന സംവാദത്തിനു വേണ്ടി ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയുടെ അടുത്ത സെഷൻ ഖണ്ഡനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു വേണ്ടി ബഹുമാന പുരസ്കരം വിവേകാനന്ദൻ സാറിനെ ക്ഷണിച്ചോളും. പ്രിയജനങ്ങളെ, വലിയ ഖണ്ഡനമൊന്നും ഞങ്ങൾ തമ്മിലില്ല. എൻ്റെ നിലപാട് ഒരുപക്ഷെ ചിലർക്ക് വിസ്മയം ജനിപ്പിച്ചേക്കാം. ഞാൻ സൗഹൃദത്തിൻ്റെ പാതയിലാണ്. മാത്രവുമല്ല, പൊരുതി ചെയ്യിപ്പത് അസാധ്യം. പിന്നെ ഞാൻ പച്ചയായിട്ട് പറയുകയാണ്, ഖണ്ഡനവും പൊരുതലും അല്പം കൂടി നടത്താൻ ക്രിസ്ത്യാനിറ്റിയോടാണെങ്കിൽ. ആർക്കും മറ്റൊന്നും തോന്നരുത്, എനിക്ക് ശരിക്കും അതിനെപ്പറ്റി പറയാനുണ്ട്. ആരെവിടെ വിളിച്ചാലും ഞാൻ ചെല്ലാൻ 100 വട്ടം തയ്യാറാണ്. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഇസ്ലാം മതം, ഹിന്ദുമതം അത് തന്നെ. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഏകം സത് വിപ്ര ബഹുത വദന്തി. പിന്നെ ഞങ്ങളുടെ ബിംബാരാധന, ചന്ദ്രകല ബിംബമല്ലേ? എന്തിനീ ചന്ദ്രകലയെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു പ്രതിരൂപമായിട്ട്? പള്ളി ബിംബമല്ലേ? മെക്കയിലെ ക്ഷേത്രത്തിൽ അവിടുത്തെ ദേവാലയത്തിൽ ശില വയ്ക്കുന്നില്ലേ? അതിനെ അംഗവസ്ത്രം കൊണ്ട് പൂജിക്കുന്നില്ലേ? അവിടെ പ്രദക്ഷിണം വയ്ക്കുന്നില്ലേ? ഞങ്ങൾ പറയും മുഹമ്മദ് നബിയുടെ മാതുലൻ ഒരു ശിവയോഗിയായിരുന്നു എന്നും അത് പണ്ടൊരു ശിവക്ഷേത്രമായിരുന്നുവെന്നും അവിടെ ബിംബാരാധന, ലിംഗാരാധന നിലനിന്നിരുന്നുവെന്നും ഞങ്ങളുടെ ചില ചരിത്ര പണ്ഡിതന്മാർ അത് പറയുന്നുണ്ട്. എന്താണ് ബിംബം അല്ലാത്തതായിട്ടുള്ളത്? നിങ്ങളുടെ നിഴലൊരു ബിംബമല്ലേ? മൂർത്തത്തിൽ നിന്ന് അമൂർത്തത്തിലേക്കല്ലാതെ ഒരു സാധാരണക്കാരന് സത്യത്തിലെത്താൻ ഒരിക്കലും
സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. വിളക്കിലെ തിരി നോക്കുക, കത്തുന്ന തിരി ജീവാത്മാവിനെ കുറിക്കുന്നു, എണ്ണ ശരീരത്തെ കുറിക്കുന്നു, ജ്വാല ആയുസിനെ കുറിക്കുന്നു. എല്ലാം പ്രതിരൂപങ്ങളാണ്. പാത്രം ഗൃഹത്തെ കുറിക്കുന്നു. എല്ലാം പ്രതിരൂപാത്മകമാണ്. വിളക്കിൽ ഷഡാധാരമുണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവമാണ്. നിങ്ങളുടെ എല്ലാം ചുറ്റും പ്രഭാവലയമുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടോ? മനസ്സിലായേ? പ്രാണി ഹീലിങ്ങിൽ ഞങ്ങളുടെ ദേവന്മാരുടെ ചിത്രങ്ങൾ ഞങ്ങൾ വീട്ടിൽ വയ്ക്കാറുണ്ട്, ആരാധിക്കാറുണ്ട്. അവിടെ തലയ്ക്ക് ചുറ്റും ഒരു പ്രഭാവലയം നിങ്ങൾ കണ്ടു കാണും. ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയും. അല്ല, 60 വർഷം മുമ്പ് ക്ലിയർ ഫോട്ടോഗ്രാഫിയിലൂടെ ഈ പ്രഭാവലയം ശരിയാണെന്ന് കണ്ടുപിടിച്ചു. ശ്രീബുദ്ധൻ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും പ്രസരിക്കുന്ന പ്രഭാവലയം ഔറ 600 കിലോമീറ്റർ അകലെ വരെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കാമായിരുന്നു എന്നാണ്. അത് ഫോട്ടോഗ്രാഫിയിൽ തന്നെ, അതിന് പ്രത്യേകതരം ക്ലിയർ ഫോട്ടോഗ്രാഫി. ഇതിനെയൊന്നും പുച്ഛിക്കാനോ നിന്ദിക്കാനോ ഉള്ള അറിവ് 1500, 1000, 2000, 150 വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് മനനം ചെയ്ത് സൃഷ്ടിച്ച ഒരു കൃതിക്ക് സാധ്യമല്ല. നമ്മുടെ ദൃഷ്ടിക്ക്, നമ്മുടെ ലക്ഷ്യത്തിന് അപ്രാപ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സൃഷ്ടിയിൽ പരമോന്നതൻ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കത്തില്ല. നമ്മുടെ സൂഫി ഉണ്ടായിരുന്നല്ലോ, ആരാ? വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം ഭൂമിയുടെ അവകാശികൾ എന്നൊരു ചെറുകഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ പാക്കും പറങ്കിണ്ടിയൊക്കെ തിന്നുന്ന പിന്നെ വാവലിനെല്ലാം വെടിവെച്ച് തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള വാദം സർവ്വജീവികൾക്കുണ്ടെന്നാണ് സൂഫിയായ ബഷീർ പറഞ്ഞത്. ഞാൻ ആ വിശ്വാസിയാണ്. മനുഷ്യൻ എന്താണ് ഇത്ര ദിവ്യത്വം? 4 കിലോമീറ്റർ അകലെയുള്ള ജലാശയത്തെ അറിയാൻ ഒട്ടകത്തിന് കഴിയും, മനുഷ്യന് കഴിയുന്നുണ്ടോ? ഞാനിവിടെ ഒരു കൂമ്പാരം അരി വെച്ചിട്ട് അതിനിടയിൽ ഒരു തരി പഞ്ചസാര ഇട്ടാൽ അതൊരു ജീവിയെ കണ്ടെത്തൂ. ഏതാണ് ആ ജീവി? ഉറുമ്പ്. നിങ്ങൾ വലിയ പുള്ളിയല്ലേ? അവൻ ഓസോൺ പാളിക്ക് ഓട്ടയിട്ടവനാണ് പോലും. എന്നാൽ അവൻ ഇതൊന്ന് കണ്ടുപിടിക്കട്ടെ, ചെറിയ കാര്യമല്ലേ? മരിച്ചിട്ടില്ലേ? നമ്മളെല്ലാം മരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഒരാളെ ഞാൻ ഇവിടോട്ട് കൊണ്ടുവന്ന് പിടിച്ച് നിർത്തിയിട്ട് പിടിച്ച് വെള്ളം തുടങ്ങിയാൽ ഉടനെ നിങ്ങൾ പിറകോട്ട് പിന്മാറും. എന്താണ്? നിങ്ങൾ ഭയക്കുന്നു. എന്തിന്? മരണത്തെ. എന്തുകൊണ്ട്? നിങ്ങൾ മുമ്പ് മരിച്ചിട്ടുണ്ട്, അനേക തവണ മരിച്ചിട്ടുണ്ട്, ഇനിയും മരിക്കും. നിങ്ങൾ അറിയാത്ത ഒന്നല്ല മരണം. ഒരു തിരിയക്കിനെ മേശപ്പുറത്തൂടെ ഇറങ്ങി പോകുന്ന ഒരു ഉറുമ്പിനെ ഞാൻ ഒന്ന് ഉപദ്രവിക്കാൻ ചെന്നാൽ ആ തിരിയക്ക് തിരിച്ചറിവില്ല എന്ന് നമ്മൾ പറയുന്ന ആ തിരിയൊക്കെ ഉണ്ടല്ലോ, ആ ജീവി എന്ത് ചെയ്യും? ഉടൻ ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ്? അവൻ മരണത്തെ ഭയക്കുന്നു. അവൻ മുമ്പ് മരിച്ചിട്ടുണ്ട്. മുമ്പ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജനിക്കും. അതാണ് പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഡരേ ശയനമെന്ന് ശങ്കരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുനർജന്മം സത്യമാണ്. മാവിൽ മാങ്ങ ഇരിക്കുന്നു, മാങ്ങയിൽ മാവിരിക്കുന്നു. അത് പുനർജന്മത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ? ഇതൊക്കെ ഞങ്ങളുടെ കൃതികളിൽ പറയുന്നു. ഒരു സാധാരണ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ ജീവിതം അവൻ ഭൂജാതനാകുന്നതിന് മുമ്പേ തുടങ്ങുന്നു. ഒരു ഹിന്ദു ആകുന്നത് 16 കർമ്മങ്ങളിലൂടെയാണ്. ഷോഡശക്രിയ എന്ന് പറയും. അതിനെപ്പറ്റി പറഞ്ഞ ഒരുപാടുണ്ട്. ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ജാതകർമ്മം, നാമകരണം, നിഷ്ക്രമണം, സമാവർത്തം, വിവാഹം, അന്ത്യഷ്ടി തുടങ്ങി. ആ ഗർഭാധാനം എന്ന് പറയുന്നത് കുട്ടി ഭൂജാതനാകുന്നതിന് മുമ്പേ തുടങ്ങുന്ന പറയാ. കൗസല്യ പ്രസവിച്ച എത്രാം മാസത്തിലാണെന്നറിയാമോ? കൗസല്യ 12ാം മാസം. അപ്പം ദിവ്യഗർഭം അല്ലേ? 12ാം മാസത്തിൽ പ്രസവിക്കുന്ന ആനയല്ലേ? രാമായണത്തിൽ കൗസല്യ പ്രസവം 12ാം മാസം എന്ന് പറയുമ്പം അത് യുക്തിക്ക് കയറാത്തതും നിഷിദ്ധമല്ലേ? അത് ദൈവം നേരിട്ട് നൽകിയതാണോ? അന്ധവിശ്വാസമൊന്നും നിങ്ങൾക്ക് പറയാമല്ലോ. സുമിത്രയോ? അതും 12ാം മാസം. കൈകേയിയോ? അതും 12ാം മാസം. അപ്പം ഈ പായസം കുടിച്ചാൽ ഗർഭം ഉണ്ടാവുമോ? പായസമാണ് ഗർഭത്തിന് ഹേതുവെങ്കിൽ 10ാം മാസത്തിൽ നടക്കേണ്ടതേ. അപ്പം എന്താണ് അവിടെ നടന്നത്? ആയുർവേദ വിധിപ്രകാരമുള്ള കറക്റ്റ് ചികിത്സയാണ്. ഒരു വന്ധ്യത്വമുള്ള ഒരാളിൽ ആയുർവേദ ഔഷധം പ്രയോഗിച്ചാൽ, ഇപ്പോൾ ഫലസർപ്പിസോ അല്ലെങ്കിൽ പ്രോമാക്റ്റിൽ ക്യാപ്സൂളോ അതുപോലെയുള്ള കൗണ്ടിങ് കൂട്ടുന്ന മരുന്നുകളോ പ്രയോഗിച്ചാൽ, ഞാൻ സ്ഥാപനം നടത്തുന്നതായതുകൊണ്ട് അല്പസ്വല്പം അതും എനിക്കറിയാം, അത് 2 മാസം കൊണ്ടേ പ്രവർത്തനക്ഷമാവും, കൗണ്ടിങ് വർദ്ധിക്കുള്ളൂ. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ, ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ 2 മാസം കൊണ്ട് ഇവരിൽ ഗർഭപാത്രം പ്രവർത്തന സജ്ജമാകുകയും അതിനുശേഷം 10 മാസം കഴിഞ്ഞപ്പോൾ പ്രസവം നടക്കുകയും ചെയ്തു. അപ്പോൾ ശാസ്ത്രീയമായ ഒരു അടിത്തറ രാമായണത്തിലെ കഥകൾക്കുമുണ്ട്. അതിൽ സാഹിത്യവും കൂടി ഉണ്ടെന്നുള്ളത് മറക്കരുത്. അതുകൊണ്ടാണ് അതിൽ കുറേ കൽപ്പനകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാടെ കണ്ണ് മടച്ച് തള്ളത്. എൻ്റെ ദൃഷ്ടിക്ക്, എൻ്റെ അറിവിന്, ഞാൻ പഠിച്ച ശാസ്ത്രത്തിന് വിശകലനം ചെയ്യാനൊക്കാത്ത എത്രയെത്ര കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് അതെല്ലാം തെറ്റെന്ന് പറയാം. ജ്യോതിഷം കണ്ണ് മടച്ച് തെറ്റെന്ന് പറയാറില്ലേ? മേടം 1-നാണ് രാമായണ യുദ്ധം ആരംഭിച്ചത്. മേടം എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും വിശുദ്ധമാണ്, അറിയാമല്ലോ. ഉത്തരായനത്തിൻ്റെ കാലം, ശുഭകർമ്മങ്ങൾക്ക് വിധിക്കപ്പെട്ട കാലം. രാവണ നിഗ്രഹം എന്ന് പറയുന്ന ഒരു ശുഭകർമ്മമാണ്. പിന്നെ യുഗവും അതുപോലെ തന്നെ കൃത്യമായിട്ട്
കമ്പ്യൂട്ടർ കണക്കനുസരിച്ച് കൃത്യമായിട്ട് യുഗാരംഭം എന്ന് നടന്നു എന്ന് അമേരിക്കൻ സായി പോലും സംബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൃഷ്ണ വർഷമെന്ന് പറയുന്ന യുഗാബ്ദം 100% ശരിയാണ്. 2000 കൊല്ലം മുമ്പല്ല സംസ്കാരം ഉണ്ടായത്. AD-BC എന്നൊരു കുറ്റി അടിച്ചിട്ട് അതിന് ഇപ്പുറം ഇട്ട് അപ്പുറം ഇട്ട് കാലത്തെ നിയന്ത്രിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, നടക്കില്ല. അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയുടെ നാമത്തിൽ എവിടെയെങ്കിലും മറ്റ് ലോകത്ത് അവർക്ക് അതിശയത്വം വന്നുകൊണ്ടല്ലേ ഉണ്ടായത്. പിന്നെ ഇവിടെ ഹിജറ വർഷം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും നാമത്തിലാണോ? ഒരു സംഭവത്തിൻ്റെ പേരിലല്ലേ അല്ലേ? ശാകന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിൻ്റെ സ്മാരകമായിട്ടല്ലേ ശകവർഷം തുടങ്ങിയത്? ഹിജറായും അതുപോലെ ഒരു യുദ്ധത്തോട് ബന്ധപ്പെട്ടല്ലേ? അത് ഒരാളിൻ്റെ നാമത്തിലാണോ? ഇത്തരം കള്ളക്കഥകൾക്ക് കിട്ടിയ ആഗോള ഭരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും വത്തിക്കാൻ്റെ പണത്തിൻ്റെയും തണലിൽ പ്രചാരണം നടത്തിയിട്ട് ലോകത്തെ മുഴുവൻ മുക്കിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുരിശിറങ്ങിയാൽ അതിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതാത് നാടുകളുടെ പൈതൃകങ്ങളെ സംസ്കൃതികളെ നശിപ്പിക്കുന്നു. 90 ലക്ഷത്തോളം പാശ്ചാത്യ വെള്ളക്കാരെയാണ് പോപ്പിൻ്റെ ഇൻക്വിസിഷൻ വീടിൽ ചുട്ടുകരിച്ചത്. ഗോവയിൽ ചെയ്തതാണ്. ഇവിടെ വന്നിട്ട് സർവ്വ ചോപ്പ് പർവ്വതാനിയും സ്വീകരിച്ചുകൊണ്ട് പുറത്തോട്ട് പോയിട്ട് എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ വിളിക്കുന്നു കുഞ്ഞാടുകളെ കുരിശിൻ്റെ പാതയിലേക്ക് വാന്ന്. ആദിത്യ മര്യാദ ഭാരതീയനില്ലേ? അവൻ്റെ സഹിഷ്ണുത, അവൻ്റെ സ്നേഹം, അതാണോ ഇന്ന് അവൻ്റെ ഏറ്റവും വലിയ ശാപം? ഇവിടേക്ക് വന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുറത്തേക്ക് സമ്മർദ്ദം എഴുതിയിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലേക്ക് നമ്മൾ ഭാരതീയർ ഹൈന്ദവർ സൈന്യത്തെ വിട്ട് അവിടെ മതം പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ലോക ജനസംഖ്യയിൽ 12% മാത്രമാണ് ഹിന്ദുക്കൾ. ആ ഹിന്ദുക്കൾക്ക് ഒരേ ഒരു ഭൂമിയുള്ളൂ. അതെവിടെയാണ്? ഈ ഭാരതത്തിൽ. അവരെങ്ങോട്ട് പോകണം? എല്ലാവരും ഇങ്ങോട്ടല്ലേ വരുന്നത്. ബാബർ ആയാലും ഗോറി ആയാലും ആരായാലും വത്തിക്കാനായാലും ഇവിടേക്ക് എന്തിനു വരുന്നു? അവരെങ്ങോട്ട് പോകണം? പാവം ഹിന്ദു എന്നാണ് ബ്രിട്ടീഷുകാരൻ അവനെ വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ചവിട്ടിയാലും തൊഴിച്ചാലും കൊള്ളുന്നവനെന്നാ. അതാണ് ഇന്ന് അവൻ്റെ ഏറ്റവും വലിയ ഒരു ശിക്ഷയായി മാറിയിരിക്കുന്നത്. അവൻ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും മതസാമ്രാജ്യമോ രാഷ്ട്രീയ സാമ്രാജ്യമോ സ്ഥാപിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടുന്ന് ചില സ്വാമിമാർ പോകുന്നുണ്ടായിരിക്കും. അവിടെ പറയുക ആരെങ്കിലും വരുന്നുണ്ടെങ്കിലുണ്ടല്ലേ. അതിന് കാരണം അവർ വഹിക്കുന്ന ധർമ്മ സംഹിതയുടെ മേന്മയാണ്. ഗുരു നിത്യചൈതന്യ എഴുതി അമേരിക്കയിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ കണ്ട ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? അവിടുത്തെ അഭ്യസ്തരായ ചെറുപ്പക്കാർ ഓരോരുത്തരും ഗീതയിലെ വരികൾ സന്ദർഭത്തിന് അനുയോജ്യമായ വിധം ഉദ്ധരിക്കാൻ പ്രാപ്തരാണ്. ഇവിടെയോ ഗീത എന്ന് പറഞ്ഞാൽ ഉടൻ പറയാം പിന്തിരിപ്പനാണ്. ഹിന്ദു വിരുദ്ധമായതെല്ലാം മുന്തിരിപ്പനുമാണ്. പുരോഗമനവാദിയാകാൻ ഹിന്ദു വിരുദ്ധനായാൽ മതി. അതല്ലേ ഈ നാട്ടിൽ ഇപ്പം നിലനിൽക്കുന്നത്. സക്കറിയ എന്നൊരു എഴുത്തുകാരൻ സാറായോധം നമുക്കറിയാം. സക്കറിയ അടുത്ത കാലത്ത് പറഞ്ഞാണ് അയാൾക്ക് സംസ്കൃതം പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. സംസ്കൃതം പഠിക്കണമെങ്കിൽ പുണ്യം ചെയ്യണം. മനസ്സിലായേ? ഭഗവത്ഗീത കിഞ്ചിത ഗീത ഗംഗാ ജലലവ കണികാഭീത. ഭഗവത്ഗീതയിലെ 2 അക്ഷരമെങ്കിലും പഠിക്കുക, ഗംഗാജലം 2 തുള്ളിയെങ്കിലും കുടിക്കുക. അതാണ് ധന്യാത്മാ കലിയുഗേഘോരെ ഏ നര ബദരീങ്കത. കലിയുഗം ഘോരശക്തി പ്രാപിച്ചിരിക്കുമ്പോൾ ഏതൊരു നരനാണോ ബദരിയിൽ പോകാൻ കഴിയുന്നത് അവനാണ് ധന്യാത്മാവ്, പുണ്യാത്മാവ്. അതിനൊക്കെ പുണ്യം ചെയ്യണം. അതിനൊന്നും ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത സക്കറിയ. നമ്മുടെ കവയത്രി ആരെ? സുഗതകുമാരിയെ പോലെ ആളൊരിക്കൽ പറഞ്ഞു. സുഗതകുമാരി പറഞ്ഞ് കുടിയേറ്റ കർഷകരാണ് വനമെല്ലാം വെളുപ്പിക്കുന്നത്. അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞങ്ങൾ കുറേ ചേട്ടന്മാർ ഉണ്ടായതുകൊണ്ട് അവിടെ എല്ലാം കൃഷിഭൂമിയായെന്ന്. അതിപ്പോൾ മതികെട്ടാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കുരിശ് കൃഷിയാണ് വ്യാപകമായി നടക്കുന്നത് അല്ലേ? മറ്റേത് മതക്കാരുണ്ട് അവിടെ കയറി പിന്നെ ഇതേ രീതി കയ്യേറ്റത്തിന് പോയത്? ദേഹം അനങ്ങാതുള്ള പണികൾ വെട്ടിപ്പിടുത്താം. ഇതിനൊന്നും ഹിന്ദുക്കൾ പോകുന്നില്ല. അയാൾ പറഞ്ഞു ഭഗവത്ഗീത സഹോദര ഹത്യയ്ക്ക് കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന കൃതിയാണെന്ന്. അയാൾക്ക് ഗീത വായിച്ചാൽ മനസ്സിലാകാത്തതിന് നമ്മളെന്താ വേണം? അശോച്യാൻ അന്വശോചത്വം പ്രജ്ഞാവാചാംസ വാസതേ. നീ ദുഃഖിക്കേണ്ടാത്തവരെ പറ്റി ദുഃഖിക്കുന്നു. ഭഗവാന്റെ ആദ്യത്തെ വാക്യമാണ് 2-ാം അധ്യായത്തിൽ. എന്നിട്ട് പ്രാജ്ഞനെ പോലെ സംസാരിക്കുന്നു. മംഗളശ്ലോകം എന്താണ്? മംഗളശ്ലോകം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർദ്ധോ ധനുർധര തത്ര ശ്രീ വിജയീഭൂതർ ധ്രുവ നീതിർമതിർമമ. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ ധനുധരനായ പാർത്ഥനുള്ളത്, അതായത് എവിടെയാണോ ആത്മീയ ശക്തിയുള്ളത്, എവിടെയാണോ കർമ്മശക്തിയുള്ളത്, അർജുനൻ കർമ്മശക്തിയെയും കൃഷ്ണൻ ആത്മീയ ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. അവിടെ മാത്രമേ ഐശ്വര്യമുള്ളൂ, അവിടെ മാത്രമേ വിജയമുള്ളൂ. അതാണ് ഗീതയിലെ മംഗളശ്ലോകത്തിൽ പറയുന്നത്. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി. എല്ലാ കാലത്തേക്കും എല്ലാ ദേശത്തേക്കും ഉള്ളത് ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആരും ചിന്തിക്കേണ്ട. അത് ചിന്തയ്ക്ക് കൂച്ചുവിലം കിട്ടുന്ന ഏർപ്പാടാണ്. എനിക്ക് ചേട്ടൻ എന്നേക്കാൾ വലിയവൻ വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഞങ്ങളത് സമ്മതിക്കത്തില്ല. മനസ്സിലായി? ദ്വാപരേ ഭഗവാൻ വ്യാസ. ദ്വാപരയുഗത്തിൻ്റെ ഗുരു ഭഗവാൻ വ്യാസനാണെങ്കിൽ കലിയുഗത്തിൻ്റെ ഗുരു ആരാണ്? ശ്രീ ശങ്കരസ്വയം. ശങ്കരൻ്റെ അവതാരമാണ് ശ്രീനാരായണ ഗുരു എന്ന് ഞാൻ പറഞ്ഞാൽ ചിലർക്ക് വിചാരിക്കുക ജാതിസ്നേഹം കൊണ്ട് പറയുന്നതാണ്. സംശയം വേണ്ട. ശ്രീനാരായണ ഗുരുവിൻ്റെ അച്ഛൻ്റെ പേരെന്തായിരുന്നു? മാടനാശാൻ. മാടനാരാണ്? ശിവൻ. മഹാനടൻ ലോപിച്ചാണ് മാടനായത്.
പിന്നെ ശങ്കരാചാര്യരുടെ അച്ഛൻ്റെ പേരെന്താണ്? ശിവഗുരു. രണ്ടും ഒരാളല്ലേ? ശങ്കരൻ്റെ മതം തന്നെയാണ് നമ്മുടെ മതമെന്നും ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആചാര്യന്മാർ വന്നുകൊണ്ടിരിക്കും. ഇത്രയൊന്നും ഋഷിയോ അല്ലെങ്കിൽ സാധകനോ ആയിരുന്നിട്ടില്ലാത്ത സാക്ഷാൽ നമ്മുടെ മഹാവിജയശങ്കരക്കുറുപ്പ് പോലും വിശ്വദർശനത്തിൽ പറഞ്ഞു. എന്താണ്? വന്ദനം സനാതനാനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ചാദി കന്ദമാം പ്രഭാവമേ, നിന്നിൽ നീ കുരുക്കുന്നു, നിന്നിൽ നീ വിടരുന്നു, നിന്നിസർഗ ആവിഷ്കാര സൗഹൃദമനാദ്യന്തം. ഈ പ്രപഞ്ചം അനുസ്യൂതം വികസിക്കുന്നു എന്നാണ്. അതിന് സീലിംഗ് ഇല്ല. ഈ സീലിംഗ് ഏർപ്പെടുത്തുന്നവർ ഞാൻ പറഞ്ഞത് മാത്രമാണല്ല, എൻ്റെ പാതയിലൂടെ മാത്രമേ സ്വർഗരാജ്യം ഉള്ളൂ എന്ന് പറയാ. ഒരു വയസ്സായ കുട്ടി ലോകത്തിനോട് എന്ത് പാപം ചെയ്യുന്നു? പാപം ചെയ്യാനുള്ള ശേഷിയുണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടിയെ പറ്റി പറയുന്നത് എന്താണ്? പാപി. എന്തൊരു യുക്തിയാണ്! ഗുരുവിനെ മതം മാറ്റാൻ ചെന്ന ഒരു പാതിരി പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവപുത്രൻ കുരിശിലേറി. അപ്പം ഗുരുദേവൻ പറഞ്ഞ മറുപടി എന്താ പറയുക? എന്നാൽ പിന്നെ ഇനി ഞാൻ മാറണ്ടല്ലോ, അദ്ദേഹം കുരിശേറിയതോടുകൂടി നമ്മുടെ എല്ലാം പാപം തീർന്നു കഴിഞ്ഞല്ലോ, പിന്നെന്തിനാ ഞങ്ങളെല്ലാം മാറ്റാൻ വരുന്നത്? കൊല്ലക്കുടി സൂചിപ്പിക്കാൻ പോകുന്ന പറഞ്ഞ ഏർപ്പാടാ, നടക്കുമോ? അതുകൊണ്ട് ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല, അങ്ങനൊന്നും പറയരുത് കേട്ടോ. നമ്മുടെ ഈ ശരീരത്തിൽ പോലും ദൈവശക്തിയുണ്ട്. നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും 5 ഇഞ്ച് വ്യാസത്തിൽ ഒരു ഊർജ്ജ ശരീരം നിലനിൽപ്പുണ്ട്. നിങ്ങൾക്കൊരു ഭൗതിക ശരീരവും ഒരു ഊർജ്ജ ശരീരമുണ്ട്. ഈ ഊർജ്ജ ശരീരം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല. ഈ ഊർജ്ജ ശരീരത്തിന് ബയോപ്ലാസ്മിക് എനർജി എന്ന് പറയും. ഈ ഊർജ്ജ ശരീരം എന്ന് പറയുന്നത് ലൈറ്റിൽ നിന്നും പ്രസരിക്കുന്ന ആ പ്രകാശം പോലെയാണ്. അതുപോലെ നമ്മുടെ ഭൗതിക ശരീരത്തിൽ നിന്നും ഒരു 5 ഇഞ്ചോളം പിന്നെ പുറത്തേക്ക് വ്യാസത്തിൽ നമ്മളെ വലയം ചെയ്ത് നമ്മൾ പോകുമ്പോഴെല്ലാം ഈ ഊർജ്ജ ശരീരം നമ്മുടെ കൂടെ ഉണ്ട്. ഈ ബയോപ്ലാസ്മിക് എനർജി നമ്മുടെ കൂടെ ഉണ്ട്. അതിന് 2 വലയങ്ങളുണ്ട്, ഒരു ഇന്നർ ഔറായും ഒരു ഔട്ടർ ഔറായും. ഭൗതിക ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ ഊർജ്ജരശ്മികൾ, ഈ ബയോപ്ലാസ്മിക് എനർജി നേരെ നിൽക്കുമ്പോൾ, അതായത് അത് ഒടിഞ്ഞു വീഴാതെ നിൽക്കുമ്പോൾ അതിന് സ്വാസ്ഥ്യരശ്മികൾ എന്ന് പറയും. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ സുസ്ഥിതിയെ, സുഖാവസ്ഥയെ നിലനിർത്തുന്നത്. നാം രോഗിയാകുമ്പോൾ നമ്മുടെ ഈ സ്വാസ്ഥ്യരശ്മികൾ എന്തു ചെയ്യും? തളരും. വെള്ളത്തിൽ വീണ കോഴിയുടെ കൂട്ട് നമ്മളിൽ നിന്നും പ്രസരിക്കുന്ന ഈ ഊർജ്ജ രശ്മികളുണ്ട്, ബയോപ്ലാസ്മിക് എനർജി ഇങ്ങനെ തളർന്ന് തൂങ്ങിക്കിടക്കും. ഒരു സാധകൻ അയാൾ നിങ്ങളെ സ്പർശിക്കാതെ പ്രാണി ഹീലിങ്ങിലൂടെ ഈ ഊർജ്ജരശ്മികളെ വീണ്ടും വീണ്ടെടുക്കും. അതാണ് ഈ രോഗം ബാധിച്ച് കിടക്കുന്നവരെ കാണാൻ പോയിട്ട് വരുമ്പോൾ ചിലർക്ക് ക്ഷീണം വരും. കാരണം എന്താണ്? ഈ ഊർജ്ജ നഷ്ടമുണ്ടായവൻ ഊർജ്ജമുള്ള ആളിൽ നിന്നും എന്ത് ചെയ്യും? അങ്ങോട്ട് പിടിക്കും. അതുപോലെ പ്രഭാഷണം കഴിഞ്ഞിട്ട് വന്നാൽ ക്ഷീണം വരും. കാരണം എന്താണ്? അയാളിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജ്ജം മറ്റുള്ളവർ സ്വീകരിക്കുന്നു. ബിംബത്തിലും അതുപോലെയാണ്. ഒരു തന്ത്രവിദ്യയിലൂടെ ബിംബത്തിൽ ആവാഹിച്ചിരിക്കുന്ന ദേവചൈതന്യം അതിങ്ങനെ നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര സങ്കല്പം തന്നെ അതാണ്. ഉത്സവം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഉയർത്തൽ എന്നാണ്. എന്ത് ഉയർത്തൽ? ദേവചൈതന്യം ഉയർത്തൽ. ഒരു സ്ഥലത്തിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ ഊർജ്ജം ആവശ്യമായ സർവ്വശക്തിയും ക്ഷേത്രത്തിൽ ആവാഹിച്ച് സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. മഹാക്ഷേത്രങ്ങൾ നിങ്ങൾ സന്ദർശിച്ച് നോക്കുക. മുഖത്തിലെ മുരാരി ക്ഷേത്രത്തിൽ ചെന്ന് നോക്കുക. ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് കുംഭാകൃതിയാണ്. കുടത്തിലാണല്ലോ വെള്ളം ശേഖരിക്കുക. ഒരു വർഷത്തേക്ക് ഈ ക്ഷേത്രത്തിന് ആവശ്യമായ, ഈ ക്ഷേത്ര പരിസരത്തുള്ള ഗ്രാമവാസികൾക്ക് ആവശ്യമായ ദേവചൈതന്യം ആ ക്ഷേത്രത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നു. അവിടെ ചെല്ലുന്ന ഭക്തന്മാരത് ആവാഹിക്കുന്നു. അങ്ങനെ ഒരു വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ അവിടെ ഊർജ്ജ നഷ്ടം വരും. വീണ്ടും എന്ത് ചെയ്യും? ക്ഷേത്ര വിദ്യയിലൂടെ, ക്ഷേത്ര തന്ത്ര വിദ്യയിലൂടെ ഊർജ്ജം വീണ്ടും അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതാണ്, അതിനുവേണ്ടിയാണ് ഉത്സവം. അല്ലാതെ അവിടെ മിമിക്രി നടത്താനല്ല, സിനിമാറ്റിക് ഡാൻസ് നടത്താനല്ല ഉത്സവം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് ചുറ്റുമതിൽ വച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ഈ ബിംബത്തിൽ നിന്നും പ്രസരിക്കുന്ന ഊർജം, അതായത് ദേവ ചൈതന്യം ഭക്തന് മാത്രം ലഭിക്കണം. അത് നഷ്ടമാവരുത്. നിങ്ങളൊരു തിരിസ്റ്റവിൻ്റെ ചുറ്റും 2-3 അടുക്കായിട്ട് ബർണറിടുന്നു. എന്തിനാ? അതിൽ നിന്നും പ്രസരിക്കുന്ന ഊർജ്ജം, ചൂട് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് നിർത്താൻ, പുറത്തേക്ക് പോകാതെ പരമാവധി കലത്തിൻ്റെ മുട്ടിൽ കിട്ടാൻ. ഇതുപോലെ ചുറ്റുമതിൽ എന്ത് ചെയ്യുന്നു? ക്ഷേത്ര ചൈതന്യം ചുറ്റുമതിൽ പുറത്തേക്ക് പോയി നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏർപ്പാടാണ് ക്ഷേത്രത്തിൻ്റെ കണക്കും പ്രകാരമുള്ള ചുറ്റുമതിൽ. ഇതിനെല്ലാം അർത്ഥമുണ്ട്. ഇതെല്ലാം എനിക്ക് അറിയാത്തതുകൊണ്ട് കള്ളമാണെന്ന് പറയരുത്. ഒരു അമ്പലക്കുളത്തിൻ്റെ നടുവിൽ വീഴുന്ന കല്ല്, ആ കല്ല് വീഴുന്ന കേന്ദ്ര ബിന്ദുവിൽ നിന്ന് 4 വശത്തേക്കും തരംഗങ്ങൾ ഉണ്ടാക്കുന്നു. ആ തരംഗങ്ങൾ ചെന്നെന്ത് ചെയ്യും? കുളത്തിൻ്റെ ഭിത്തിയിൽ തട്ടി അവസാനിക്കും ഈ തരംഗങ്ങൾ. അതുപോലെ ഈ ബിംബത്തിൽ നിന്നും പുറപ്പെടുന്ന ശക്തി, ദേവചൈതന്യം എന്ത് ചെയ്യും? ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൽ ശക്തിക്ഷയം കൂടാതെ സംഭരിച്ച് നിർത്തും. അതിനാണ് ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമതിൽ വേണമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. അങ്ങനെ ഈ ഊർജ ശരീരം, ബയോപ്ലാസ്മിക് എനർജി സത്യമാണ്. ശ്രീ ബുദ്ധൻ നടന്നു വരുമ്പോൾ ഏതാണ്ട്
600 കിലോമീറ്റർ ദൂരെ വരെ അദ്ദേഹത്തിൽ നിന്നും പ്രസരിക്കുന്ന ദിവ്യമായ ഈ പ്രകാശം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ കിടന്നാൽ എന്താ കാണാതെ? നമുക്ക് ആത്മീയ ശക്തിയില്ല. ഈ ബയോപ്ലാസ്മിക് എനർജിക്ക് 2 നിറമാണ്. ആത്മീയ ശക്തി വികസിച്ചവരിൽ നിന്നും പുറപ്പെടുന്ന ഈ ബയോപ്ലാസ്മിക് എനർജിക്ക് നീല നിറവും, ലൗകിക ജീവിതം നയിക്കുന്നവരിൽ നിന്നും പുറപ്പെടുന്ന ബയോപ്ലാസ്മിക് എനർജിക്ക് ചെമ്പ് നിറവുമാണ്, പിങ്കല വർണ്ണവുമായിരിക്കും. നമ്മളൊക്കെ ഈ രാജസപ്രധാനികളാണ്, നമ്മളിൽ നിന്നും നീല നിറം വരത്തില്ല. ഞങ്ങളുടെ ദേവീദേവന്മാർക്ക് മേഘവർണ്ണം കൊടുത്തിരിക്കുന്നതിൻ്റെ പൊരുളതാണ്. ശ്രീരാമനും ശിവനും കൃഷ്ണനും ഒക്കെ മേഘവർണ്ണം കൊടുത്തിരിക്കുന്നതിൻ്റെ അതാണ്. ആത്മീയ ശക്തിയുടെ പരകോടിയിലെത്തിയ അണിമാത് അട്ടേശ്വര്യങ്ങൾ നേടിയ അവരിൽ നിന്നും പ്രസരിക്കുന്ന ഊർജ്ജത്തിന് നീല നിറമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്?